വചനം ചുറ്റിക പോലെയാണ്. ഹല്ലേലൂയ. അത് അതിന്റെ പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും. ഒരു വചനവും വെറുതെ മടങ്ങി വരാറില്ല. അതിന്റെ പ്രവൃത്തി ചെയ്തിട്ടേ അത് മടങ്ങി വരാറുള്ളൂ. ഹല്ലേലൂയ. നമ്മള് ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, നമ്മളൊക്കെ എത്രയോ വചനങ്ങളല്ലേ ഒരു ദിവസം കേൾക്കുന്നത്. ഒരു ആഴ്ചയിൽ നമ്മൾ കുറഞ്ഞത് ഒരു 6 വചനം ഒരു പ്രസംഗമെങ്കിലും കേൾക്കുന്നവർ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു പോയിട്ട് ഒരു വർഷം എത്ര വചനം കേൾക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു വചനം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അധികം കേൾക്കുന്നവൻ അധികം ശിക്ഷാവധിയും പ്രാപിക്കുമെന്ന്, കേട്ടോ. ഹല്ലേലൂയ. അതിന്റെ കാരണം നമ്മൾ കേട്ട് 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 നമ്മൾ പറഞ്ഞാൽ ഈ ഭക്ഷണം കഴിച്ച് വണ്ണം വെക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഒത്തിരി ഒത്തിരി കഴിക്കും, പക്ഷെ അവർ വർക്കൗട്ട് ചെയ്യാറില്ല. അപ്പൊ വർക്കൗട്ട് ചെയ്യാതിരുന്ന എന്ത് പറ്റും? അല്ലെങ്കിൽ അവർക്ക് പിന്നെ നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, വണ്ണം വെച്ചു പോകും, അല്ലെ? ഇതുപോലെ നമ്മൾ ഒത്തിരി വചനം കേൾക്കും, പക്ഷെ അത് പ്രവൃത്തി കൊണ്ടുവരാത്തോടത്തോളം എന്തോ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ക്ഷീണിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തവരെ പോലെ ഇരിക്കും. പക്ഷെ അവർക്ക് വചനം കേൾക്കാൻ ഇഷ്ടമാണ്. എത്ര വചനം ഇട്ട് കൊടുത്താലും കേൾക്കും. ഇത് ദൈവദാസന്മാരിപ്പം നമ്മൾ ചർച്ചിൽ പോയി കേട്ടില്ലെങ്കിൽ ഇന്ന് യൂട്യൂബ് ഇട്ട് വചനം കേൾക്കുന്നവരുണ്ടല്ലേ? കുക്ക് ചെയ്യുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാം വചനമാണ്. അതൊരു കണക്കിന് നല്ലതാണ്, ഇല്ലെന്നല്ല ഞാൻ പറയും, നല്ലതാണ്. എന്നാൽ ദേവദാസൻ എടുത്തെടുത്തത് പറഞ്ഞു, നമ്മൾ അത് വിശ്വസിക്കണം, അത് ഏറ്റെടുക്കണം, അത് പ്രാപിക്കുവാൻ, അതിനനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ആ വചനം തന്റെ പ്രവൃത്തി ചെയ്യുന്നത്. ഹല്ലേലൂയ. ആകയാൽ പ്രതീക്ഷയോടുകൂടെ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നമുക്ക് തന്നെ നമ്മളെ തന്നെ എല്ലാവരെയും സമർപ്പിക്കാം. ഞാൻ എന്നെയും ഈ വചനത്തിന് മുമ്പ് സമർപ്പിക്കുന്നു. ഈ വചനം അതിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. വിശ്വാസത്തോടുകൂടെ ഏറ്റെടുക്കുവാൻ തയ്യാറായി നിങ്ങൾ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഇന്നത്തെ വചനത്തിന്റെ ചിന്തയ്ക്കായി നമുക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യിരെമ്യാവ് 33-ന്റെ 2-3 വാക്യം. ഇത് നമുക്ക് അറിയാവുന്ന പരിചിതമായ വാക്യമാണ്. ഹല്ലേലൂയ. അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ, യഹോവ എന്ന നാമമുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം അരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഹല്ലേലൂയ. ഞാൻ ഈ വചനത്തിൽ നിന്ന് ഒരുപാട് വട്ടം വചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്നും ഇന്നലെയൊക്കെ ദൈവസന്നിധിയിൽ രാവിലെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കർത്താവ് ഈ വചനത്തിൽ നിന്ന് ഞാൻ പലവട്ടം ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഓരോ വട്ടവും നമ്മൾ ആ വചനം വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ കൂടുതൽ പ്രസംഗിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ ചിന്തിക്കും, കർത്താവ് പുതിയതൊന്നും ഇല്ലേ, പഴയത് ഒന്നും എടുക്കണമെന്ന് നമുക്ക് താല്പര്യം, പുതിയതൊക്കെ കിട്ടാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അക്സ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? ആ വചനം, ആ അപ്പം ദൈവത്തിന് 5000 പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് വേറൊരിടത്ത് ദൈവം 4000 പേരെയും അപ്പവും മീനും കൊണ്ട് തന്നെ പോഷിപ്പിച്ചു, ഇല്ലേ? ദൈവത്തിന് എന്തുകൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തുകൂടായിരുന്നോ? ഇല്ല. അപ്പവും മീനും അവരുടെ ആ കാലഘട്ടത്തിൽ എന്താണോ ആ ഉള്ളത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? അവർക്കെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. കർത്താവ് എന്നോട് പറഞ്ഞത്, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു ദൂതായത്, നിന്റെ അനുഭവത്തിൽ കൂടി ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. അപ്പം ഞാൻ ഇതുവരെ പാസ്റ്റ് പറഞ്ഞ പോലെ ഇതുവരെ ഞാൻ വചനം പറഞ്ഞതുപോലെ അല്ല, ഒരു പ്രസംഗത്തെക്കാൾ ഉപരി ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവങ്ങളിൽ കൂടി എന്നെ പഠിപ്പിച്ചതും അത് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്ന് ഈ വചനത്തിൽ കൂടെ ഞാൻ പറയുന്നത്. ഞാൻ പലപ്പോഴും ഈ വചനം എന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്തതും എന്റെ ലൈഫിൽ അനുഭവം ഉണ്ടായതും, എന്നാൽ ഈ വചനത്തിൽ നിന്ന് എന്നെ ദൈവം ആഴങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ചതുമായ ഒരു ആലോചനയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇതെല്ലാം ഈ വചനം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ്. നമ്മൾ പലപ്പോഴെങ്കിലും പ്രാർത്ഥനയിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവെ, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം വരളൂ. അങ്ങയുടെ വചനം പറയുന്നു, ആകയാൽ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് എനിക്ക് ഉത്തരം വരണം. കർത്താവ് എന്നോട് സംസാരിച്ച ഈ വചനത്തിന്റെ ആഴം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മൾ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ, ഇന്ന് എനിക്കറിയാം ഉപവാസ പ്രാർത്ഥനയാണ്, നിങ്ങൾ എല്ലാവരും മിക്കവരും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഉപവാസം തുടങ്ങുമ്പോഴേ കുറച്ച് ലിസ്റ്റുമായിട്ടാണ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്, അല്ലേ? ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു 21 ഉപവാസ പ്രാർത്ഥന എന്താണ് നിങ്ങളുടെ ഗോളെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയാൻ പോകുന്നത്, സിസ്റ്ററെ, എൻ്റെ കുടുംബജീവിതത്തിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി, ഇങ്ങനെ ലിസ്റ്റ് അങ്ങോട്ട് പറയും. ഈ ലിസ്റ്റുകളെല്ലാം നിങ്ങൾ ദൈവസന്നിധി വെച്ചിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് 21 ദിവസം ഉപവാസം തീരുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഇതിന് മേലെല്ലാം മറുപടി നൽകി തരണം. മനസ്സിലാവുന്നുണ്ട്? അത് നമ്മുടെ വിശ്വാസം. നല്ലതാട്ടോ, അങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചോണം, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കും. കർത്താവ് ഉപവാസം തീരുന്നതിന് ഇപ്പുറം അതിന്റെ മറുപടി ഞാൻ കാണും. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് കർത്താവ് നിങ്ങളോട് ആദ്യമേ പറയുക, പക്ഷെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിക്ക് പകരം ഞാൻ നിന്നെ പണിയാൻ ആഗ്രഹിക്കുവാന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സന്തോഷം കാണും? എല്ലാവർക്കും ഒന്നും സന്തോഷം കണ്ടില്ല. മനസ്സിലായോ? കുറച്ചു പേര് കൈ ഉയർത്തി, അത് സന്തോഷമാ, ഇല്ലേ? എന്നാൽ കുറച്ചു പേരുടെ മുഖം നമ്മൾ ആനപ്പെട്ടു, സിസ്റ്ററെ
എന്നെ പണിതോട്ടെ, പക്ഷെ ഈ മറുപടി തന്നിട്ട് പണിയുവാണെങ്കിൽ സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഞാൻ വളരെ നിന്ദയുടെ അവസ്ഥയിൽ കൂടെ പോകുന്നത്. ഈ വിഷയത്തിന് ഈ 21 ഉപവാസം തീരുന്നതിന് പുറം മറുപടി കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, എനിക്ക് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് എന്നെ പണിതോട്ടെ. ഓക്കെ. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത്, അക്സ, ഈ വചനം ഇന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആദ്യം തന്നെ നിങ്ങളോട് പറയും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മറുപടി ആയിരിക്കില്ല ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. പകരം ദൈവം ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന ഒരു ആൻസർ ഉണ്ട്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ഇന്ന രീതിയിൽ തരണമെന്ന് വെച്ചിരിക്കുന്ന ഒരു ആൻസർ ഉണ്ട്. ആ ആൻസറാ തരാൻ പോകുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? ദൈവം തരുന്നത് പോലെ മതി എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? പകരം കർത്താവ് ഇന്നിന്ന രീതിയിൽ ഇന്ന സമയത്ത് ഇന്ന ആളിൽ കൂടെ ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യണം എന്നുള്ള ഡിമാൻഡുകൾ മാറ്റി വെച്ചിട്ട്, അപ്പ അങ്ങ് തരുന്നത് പോലെ, അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ എനിക്ക് ഈ വിഷയത്തിന്റെ മേൽ മറുപടി വേണം നമ്മൾ ആഗ്രഹിച്ച കർത്താവ് പറയുക, എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരം വരളാം. എങ്ങനത്തെ ഉത്തരമാന്നുള്ളതാണ് ഇന്നത്തെ വചന ശുശ്രൂഷ ഞാൻ പറയാൻ പോകുന്നത്. ആ ഉത്തരത്തിന് വലിയ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ പറയുന്നു, നീ അറിയാത്തത്, മഹത്തായത്, അഗോചരമായുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥനകളുടെ മറുപടി നിങ്ങൾക്ക് അറിയാത്തതാണോ? ഞാൻ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, മകന്റെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും മാതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പിതാവ് കേൾക്കുന്നുണ്ടെങ്കിൽ, മക്കളുടെ കല്യാണം അറിയാത്തതെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട, എഴുതി വെച്ചേക്ക് ഓൾറെഡി, ഇന്ന കാറ്റഗറിയുള്ള ചെറുക്കനായിരിക്കണം, ഇന്ന ജോലി ആയിരിക്കണം, വിദേശത്തായിരിക്കണം. കർത്താവ്, മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിന്റെ മറുപടി. ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാവുന്നുണ്ട്? ഞാൻ ശാന്തമായിട്ട് ഇന്ന് വചന ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അറിയാത്തതാന്ന് പറയാൻ പറ്റുമോ? അയ്യോ, എനിക്ക് മറുപടി അറിയാം ഓൾറെഡി. ഇപ്പം ഒരു കല്യാണാലോചന വന്നിരിക്കുകയാണെങ്കിൽ പറയും, എനിക്കറിയാം ഇതാ നടക്കാൻ പോകുന്നതെന്ന്. ഓക്കെ. എന്നാൽ കർത്താവ് പറയുക, ചില മറുപടി കർത്താവ് പറയുന്നു, നീ അറിയാത്തതാ. അതായത് കാണുമ്പോൾ തോന്നും ഇത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ആണ്. എന്നാൽ കർത്താവ് പറയാ, അല്ല, അതിന്റെ ബിഹൈൻഡിൽ നീ അറിയാത്ത ചിലത് മറഞ്ഞു കിടപ്പുണ്ട്. അതെന്താന്ന് അറിയണമെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്നോട് ചേർന്നിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് പറയുക, നീ അറിയാത്തത്, മഹത്തായത്. സാധാരണ ഒരു മറുപടി അല്ല ദൈവം ആ വിഷയത്തിൽ തരാൻ പോകുന്നത്, മഹത്വമുള്ള രീതിയിലുള്ളത്. എന്ത് മഹത്വമാ? നമ്മുടെ പേര് സൊസൈറ്റിയുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്നതല്ല. അയ്യോ, ആ വ്യക്തി ഉപവസിച്ചത് കൊണ്ട്, ആ വ്യക്തി പ്രാർത്ഥിച്ചത് കൊണ്ട്, അവര് വിശ്വസ്തരായ ദൈവത്തിന്റെ സന്നിധി നിന്നുകൊണ്ട് അതുകൊണ്ട് കിട്ടിയെന്നല്ല. പകരം കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? എന്റെ മഹത്വം, അതായത് ദൈവത്തിന്റെ മഹത്വം. ദൈവം പറയുക, ദൈവത്തിന്റെ മഹത്വം നിങ്ങളിൽ മറ്റുള്ളവർ കാണും. കർത്താവ് പറയാ, അവര് കാണുമ്പോ പറയും, അയ്യോ, അവർ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാകട്ടോ, അയ്യോ, ഇങ്ങനെ പ്രവർത്തിക്കുമോ, ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല. അതാണ് മഹത്വം. എന്നിട്ട് പറയുക, അഗോചരമായത്, ഇതുവരെ ആരുടെയും ബുദ്ധി പോലും ചിന്തിച്ചിട്ടില്ല. ഡീപ്പ. അതിന്റെ ചിലര് പറഞ്ഞു കേട്ടില്ലേ, സാക്ഷ്യത്തിന്റെ വാക്കുകൾ കൊണ്ട് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തത്. കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞ എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? സിസ്റ്ററെ, എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയ മറുപടി എനിക്കത് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ദൈവം ചെയ്തു. അപ്പൊ അറിയാത്തത്, മഹത്തമായത്, അഗോചരമായുള്ള കാര്യങ്ങളെ അറിയിക്കുമെന്ന്. അപ്പൊ അറിയിക്കുമ്പോൾ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ആ പാതപ്പെടുത്തി. ഇപ്പൊ ഒരു കാര്യം, ഞാനൊരു അനൗൺസ്മെന്റ് ഇവിടെ നടത്തുക, ഞാനൊരു കാര്യം നിങ്ങളെ അറിയിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പൊ ദേവദാസൻ പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് നിങ്ങളത് കേൾക്കുവാൻ നിങ്ങളുടെ ഫോണിന്റെയോ ലാപ്ടോപ്പിന്റെയോ വോയിസ് ഒക്കെ അല്ല ഇൻക്രീസ് ഇല്ലെങ്കിൽ അതിന്റെ വോളിയം ഒക്കെ കൂട്ടിയിട്ടാലേ നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾ അറ്റൻഷനോട് കേട്ടിരിക്കും, ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ തമ്മിൽ, ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കണം. നമ്മൾ തമ്മിൽ രണ്ട് രാജ്യങ്ങളിലാണെങ്കിൽ പോലും നിങ്ങൾ അതിന്റെ അറ്റൻഷൻ എനിക്ക് തരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായി നിങ്ങളുടെ ചെവിയും നിങ്ങളുടെ കാതുകളിൽ നിങ്ങളിങ്ങനെ എന്തോ പറയുന്നത്, അറ്റൻറ്റീവായിട്ട് ഇരിക്കുക കേൾക്കാൻ. ഇതുപോലെ കർത്താവ് പറയാ, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. ആ ഉത്തരം എങ്ങനത്തെയാന്ന് അറിയണമെങ്കിൽ നീ എന്റെ സന്നിധിയിൽ തന്നെ ഇരിക്കണം. ഞാൻ നിന്നോട് വെളിപ്പെടുത്തി തരാൻ പോകുക അതിന്റെ ഓരോ ഉത്തരങ്ങൾ. ഈ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ എന്നെ മഹത്വപ്പെടുത്തും. ആരെ? കർത്താവിനെ മഹത്വപ്പെടുത്തും. ചുറ്റുമുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതം കണ്ട് അവരും ദൈവത്തെ മഹത്വപ്പെടുത്തും. മനസ്സിലാവുന്നുണ്ടോ?
ഈ വിഷയം ഇങ്ങനത്തെ ഒരു മറുപടിയാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിലർക്ക് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദൈവം എന്നോട് ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഇത് ഞങ്ങളിവിടെ രാവിലെ ആയതുകൊണ്ട് ഞാൻ രാവിലെ എന്ന് പറയുന്നത്. ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം കർത്താവ് എനിക്ക് രാവിലെ നൽകി തന്നൊരു വചനമുണ്ട്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പോൾ ആ വചനം ഇങ്ങനെ എന്നോട് ഇടപെട്ടപ്പോൾ ഞാൻ കർത്താവിനെ ചോദിച്ചപ്പോൾ എന്തോ അത് ഉദ്ദേശിക്കുന്നത്, ചിലർ കാത്തിരുന്ന് മടുത്തിട്ട് ഈ ഉപവാസ പ്രാർത്ഥനയും കൂടെ ഞാനൊന്ന് ട്രൈ ചെയ്തു നോക്കും. എന്നിട്ട് നടന്നില്ല, ഞാൻ ഈ വിഷയം വിടുക, എനിക്ക് മടുത്തു, ഇരുന്നിട്ട് മടുത്തു. ഈ ഉപവാസ പ്രാർത്ഥനയും കൂടെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാം. ഈ ഉപവാസം കൂടെ ഞാനൊന്ന് ഇരുന്ന് നോക്കാൻ പോവാം. ഒത്തിരി വചനം ഞാൻ കേൾക്കുന്നു, എല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു ഉപവാസ പ്രാർത്ഥന ഇതിലെങ്കിലും ദൈവം എന്റെ ജീവിതത്തിൽ ഒരു മറുപടി തരുമോ എന്ന് ഞാൻ നോക്കാൻ പോകും. ഇന്ന് രാവിലെ ദൈവാത്മാ വ്യക്തമായിട്ട് എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് സംസാരിച്ചു. അങ്ങനെ വിധി എഴുതി ലാസ്റ്റ് നമ്മൾ ഒരു ഡെഡ് ലൈൻ കുറിച്ചിട്ട് ചിലർ ഇന്ന് ഈ മീറ്റിംഗിൽ കയറിയിട്ടുണ്ട്. അവരോട് പരിശുദ്ധാത്മാ പറയാം, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കാത്തിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം ഒരു മറുപടി തരുമ്പോൾ, ആ മറുപടി നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങൾ ലഭിക്കുമ്പോൾ, അത് ഇന്നിപ്പോൾ പറയുന്നതല്ല, നിങ്ങൾ അറിയാത്തത് പക്ഷെ അറിഞ്ഞുകൊണ്ട്, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയല്ല, പകരം അതിനകത്ത് നിങ്ങൾക്ക് നിരാശ വരത്തില്ല. സിസ്റ്റർ, ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു മറുപടി തരാത്തപ്പോൾ എനിക്ക് സങ്കടം വരത്തില്ല. കാരണം അറിയാത്തമായി വേറൊരു ലെവലിലുള്ള ഒരു ആൻസർ തരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന് അപ്പുറം അത് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു മറുപടി. സമയം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തിനപ്പുറം. ഹല്ലേലൂയ. ദൈവം ചിലരുടെ മേൽ ചില പ്രവർത്തികളെ ഈ ഉപവാസ പ്രാർത്ഥന ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഡേറ്റും ടൈമും സാഹചര്യങ്ങളും എല്ലാം എഴുതിയിട്ടിട്ട് ഇന്ന വർഷമായിരിക്കും. ഇപ്പൊ ദേവദാസൻ തന്നെ പറഞ്ഞു 2025 തീരുന്നതിനിപ്പുറം യെസ്, ദൈവം അത് അങ്ങനെ തന്നെ ചെയ്യും. എന്നാൽ കർത്താവ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വചനം പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ 2 വർഷം മുമ്പ് ഞാൻ ഈ വചനം എന്നെ പഠിപ്പിച്ചത് 2023 ഈ വചനം എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമ്പോൾ അന്ന് എനിക്ക് ഈ വാക്യം മാത്രം അറിയത്തുള്ളായിരുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം വരള്ളൂ. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ ആഴം കർത്താവ് എന്നെ പഠിപ്പിച്ചു. എന്റെ ജീവിതത്തിൽ ഒരു ടെസ്റ്റിമണി കൂടെ ഇത് പഠിപ്പിച്ചതാ ഈ വാക്യം. അതിനു മുമ്പൊക്കെ ഇത് വെറും എനിക്കൊരു വാക്യമായിരുന്നു. ഹല്ലേലൂയ. എന്തായിരുന്നു വാക്യം? എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയിലൊക്കെ ഈ വാക്യം ഉപയോഗിക്കുമായിരുന്നു. എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരം വരില്ല. കർത്താവ് അതുകൊണ്ട് എനിക്ക് ഉത്തരം വരില്ല, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന എനിക്ക് ഉത്തരം വരില്ല. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു തന്നെ പിന്നെയും. എന്നാൽ ഇതിന്റെ ആഴം എന്തെന്ന് പഠിപ്പിക്കാൻ കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? എന്നെ ഒരു ടെസ്റ്റിൽ കൂടെ കടത്തി വിട്ടു. അതൊരു ടെസ്റ്റിമണിയായി പുറത്തു വന്നപ്പോൾ ഇന്ന് നിങ്ങൾ എന്നോടിക്കുക, സിസ്റ്റർ ഈ വാക്യം സിസ്റ്ററിന് എന്തോ തോന്നി വെച്ചാൽ ഞാൻ പറയും, അയ്യോ ഇതൊരു വലിയ എന്താ പറഞ്ഞേ ആഴക്കടല് പോലെ കിടക്കുന്ന ഒരു വചനമാ. അതിന്റെ 3 വാക്ക് മാത്രം എടുത്താൽ മതി. അറിയാത്തത്, മഹത്തമായത്, അഗോചരമായത്, ഇത് തന്നെ പഠിക്കാൻ നമുക്ക് വർഷങ്ങൾ വേണ്ടി വരും. കാരണം അത്രയ്ക്ക് ഡെപ്ത് ഉണ്ട്, അത്രയ്ക്ക് ആഴമുണ്ട്, അത്രയ്ക്ക് വിലപിടിപ്പുള്ള മഹത്വമുള്ള വചനമാണിത്. ഇത് മനസ്സിലാവണമെങ്കിൽ അവിടെ പറയാ വിളിച്ചപേക്ഷിക്കണം. അത് അറിയുന്നിടം വരെ അതിന് ഓരോ സ്റ്റെപ്പ്. അറിയാത്തത് എനിക്ക് അറിയിപ്പിച്ചതാ കർത്താവേ. മഹത്തമായത് എന്താ എനിക്ക് അറിയിച്ചതാ. ഇതിനകത്ത് എന്തോ അഗോചരമായി കിടക്കുന്ന എന്നെ അറിയിച്ചത്. അതിനെ നിങ്ങൾ ദൈവസന്നിധിയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമെന്ന് കർത്താവ് പറയുക. ഹല്ലേലൂയ. എന്തോ ഈ വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വിളിക്കണം, അതിന്റെ കൂടെ എന്തോ ഉണ്ട്? അപേക്ഷയുണ്ട്. വെറുതെ അങ്ങ് വിളിക്കുവല്ല, അതിന്റെ കൂടെ അപേക്ഷിക്കുകയും ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് പറയാം, ആരെ വിളിക്കണോന്നാ പറഞ്ഞേ? എന്നെ. അതിന്റെ അർത്ഥം കർത്താവിനെ മാത്രമേ വിളിച്ചപേക്ഷിക്കാവൂ. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബൈബിളിൽ ഒരു വാക്യമുണ്ട്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ. എനിക്ക് ആ തന്നെ എന്നുള്ള വാക്യം ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാക്കാണ്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ തന്നെ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതിനകത്ത് നമ്മള് ഞാൻ ഇവിടെ വന്നിട്ടാ കൂടുതൽ അങ്ങനെ ഒരു വാക്ക് കിട്ടുന്നത്, പ്ലാൻ എ ആൻഡ് പ്ലാൻ ബി എന്ന്. മനസ്സിലാവുന്നുണ്ടോ? പ്ലാൻ എ വർക്ക് ആയില്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്ലാൻ ബി ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ ചോദിക്കത്തില്ലേ, ഇപ്പൊ ഒരു ഓപ്ഷൻ. പണ്ടൊക്കെ വീടുകളിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഒരു ഐറ്റമേ കാണത്തുള്ളൂ. ഇപ്പൊ അപ്പം കറി മാത്രം. പക്ഷെ ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ട്, ഇന്നത്തെ യുവതലമുറകളൊക്കെ 2 ഐറ്റം വെക്കും. എന്നുവെച്ചാൽ ഒരെണ്ണം ഇഷ്ടപ്പെട്ടില്ല, അടുത്ത്. മനസ്സിലാവുന്നത്? അത് എന്തിനാ പറയാ, ഈ പ്ലാൻ എ തെറ്റിപ്പോയ പ്ലാൻ ബി ഒരു ഓപ്ഷൻ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മള് ഇപ്പൊ വന്ന് വിശ്വാസികൾക്ക് ഈ പ്ലാൻ എ ആൻഡ് പ്ലാൻ ബി ഉണ്ട്. അതായത് ഇപ്പൊ ഈ ഉപവാസ പ്രാർത്ഥന നമുക്കൊന്നിട്ട് ചിലരെ കാണും, നമ്മൾ ചിലരെയൊക്കെ വിളിച്ച് കയറി, ഇന്ന് ഒരു ഉപവാസ പ്രാർത്ഥന നടപ്പുണ്ട് കേട്ടോ, ഒന്ന് കേറി നോക്ക്, വചനമൊക്കെ നമുക്കിത് എന്നിട്ട് പറയും, ഇത് നടന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ അടുക്ക പോക്കൂ. മനസ്സിലാവുന്നുണ്ടോ?
ശ്രദ്ധിച്ചിട്ടുണ്ട്? നമ്മളാണെങ്കിലും അങ്ങനെ ചെയ്യും. ഞാൻ ഉപവാസ പ്രാർത്ഥനയിൽ ഒന്ന് കയറി നോക്കാം, ഈ വിഷയത്തിൽ മറുപടി കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ പ്ലാൻ ബിയിലോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ചിലർ ഇതിനകത്ത് കയറിയിട്ടുണ്ട്, അവർക്ക് പ്ലാൻ ബി ഒന്നും ഇല്ല, പ്ലാൻ സിയും ഇല്ല, അവർക്ക് ആകെ ഉള്ളത് പ്ലാൻ എ മാത്രമേ ഉള്ളൂ. കാരണം പ്ലാൻ ബിക്കും സിക്കും പോലും ഹോപ്പില്ലാത്ത വിഷയമായിട്ടാണ് ഇന്ന് ദൈവസന്നിധി വന്നേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കർത്താവ് പറയാ, മക്കളെ അതാ എനിക്കിഷ്ടം. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ ഓപ്ഷൻസ് വെച്ച് ഇന്ന് ദൈവസന്നിധി ഇരിപ്പുണ്ടെ കർത്താവ് പറയാം, എനിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്ന്. ആരെങ്കിലും ഓപ്ഷൻ വെച്ച് ആ ദൈവസന്നിധിയിൽ ഈ ഉപവാസ പ്രാർത്ഥന ഇരിക്കുന്ന കർത്താവ് ആദ്യം തന്നെ അങ്ങ് പറയുക, പ്രവർത്തിക്കത്തില്ല. കാരണം എന്താ? കർത്താവിന് ഇഷ്ടം യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയം. ഓപ്ഷൻ നോക്കി, സാധ്യത നോക്കി, ഈ ദൈവത്തെയും വേണം, എന്നാൽ ലോകത്തിന്റെ ഓപ്ഷനും വേണം. നോ, കർത്താവ് പറയും എനിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമാണ്. ഈ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവർ, ഈ എന്നെ ആരാ? ഈ ഞാനെന്ന് പറയുന്ന ആരാ? അതിനാ ഞാൻ രണ്ടാമത്തെ വാക്യം കൂടെ കൂട്ടി വായിച്ചത്. അവിടെ എഴുതി വാക്യം വായിച്ചോ നിങ്ങള്? അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ. ഏതിനെ? നിങ്ങളോട് പറഞ്ഞ കാര്യത്തെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയെ അത് അനുഷ്ഠിക്കുന്നത് ആരാ? യഹോവ. എന്നിട്ട് പറയുക, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ. അനുഷ്ഠിക്കുക മാത്രമല്ല, നിവർത്തിപ്പാൻ ദൈവം ഓൾറെഡി തീരുമാനിച്ചു വെച്ചേക്കുക. ഓൾറെഡി വെച്ചേക്കുക. അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ. എന്നിട്ടും അവിടെ നിർത്തുന്നില്ല, പറയുക യഹോവ. യഹോവ എന്ന് നാമമുള്ളവൻ തന്നെ. നോർത്ത് ഇത്രയും എന്നെ വിളിച്ചപേക്ഷിക്കാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുക, ഇത് ആരെയും ഉദ്ദേശിക്കുന്ന സിസ്റ്റർ എന്ന് ചോദിച്ചാൽ കർത്താവിന്റെ ക്വാളിഫിക്കേഷൻ അവിടെ പറയും. എന്തുവാ? അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ. അനുഷ്ഠിക്കാന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ഡൗട്ട് ആർക്കും വേണ്ട. ഇന്ന് ആരെങ്കിലും സംശയത്തോടുകൂടി ഈ മീറ്റിംഗിൽ ഇരിപ്പുണ്ടെങ്കിൽ പരിശുദ്ധാത്മാ പറയാം, സംശയം മാറ്റി വെച്ചു, അതിനെ അനുഷ്ഠിക്കാൻ തന്നെ ചെയ്യും. എന്നിട്ട് പറയാ, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ. യഹോവ എന്ന് നാമമുള്ളവൻ പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കും. അതായത് നിവർത്തിപ്പാൻ കഴിവുള്ളവനെ വിളിച്ചപേക്ഷിക്കും. പകരം നമ്മൾ ആരുടെ പുറകെ പോവും? ബാങ്ക് മാനേജറുടെ പുറകെ നടക്കും. മനസ്സിലാകുന്നുണ്ടോ? സാറേ കഷ്ടമുണ്ട് സാറേ, ഒന്ന് ലോൺ ശരിയാക്കിത്താ സാറേ, കഷ്ടമുണ്ട് സാറേ. പിന്നെ നമ്മൾ 10-20 റെക്കമെൻഡേഷൻ. മനസ്സിലാകുന്നുണ്ടോ? പലരുടെയും കാല് പിടിക്കുന്നു. ഇതിനകത്ത് എത്ര പേരുണ്ട് ഈ ദിവസങ്ങളിൽ മനുഷ്യരുടെ കാല് പിടിച്ചിട്ട് അവര് കൈ വിട്ടിട്ട് ഈ മീറ്റിംഗിൽ കയറിയിരിക്കുന്നവര്? അവിടെ എല്ലാം ഹോപ്പ് മാറിക്കഴിഞ്ഞപ്പോ മീറ്റിങ്ങിന് വന്ന എത്ര പേര് കാണും? പക്ഷെ കർത്താവ് പറയുക, നീ മനുഷ്യന്റെ കാല് പിടിക്കണ്ട. ബൈബിളിലെ മധ്യവാക്യം എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. എത്ര പേർക്ക് അറിയാതെ? ബൈബിളിലെ മധ്യവാക്യം സങ്കീർത്തനങ്ങൾ 118:8, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എത്ര പേർക്ക് എന്റെ കൂടെ ആ വാക്യം എന്ന് പറയാം, നമ്മൾ ഒരുമിച്ച് പറയാൻ പോവാ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നല്ലതാ അത് മാത്രമാ നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്തുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിക്കരുതെന്ന് പറയുന്നു? ഞാൻ ഇന്ന് നിങ്ങൾക്കെല്ലാം ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ അങ്ങ് പറയുക, ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യം ചെയ്തു തന്നേക്കാം, ഒരു ടെൻഷനും വേണം. നാളെ 10 മണിയാകുമ്പം എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ഞാൻ ചെയ്തേക്കാമെന്ന് ഞാൻ പറഞ്ഞെന്നിരിക്കട്ടെ, പറഞ്ഞു തീർന്നു. നാളെ രാവിലെ ഞാൻ ജീവനോടെ ഇരുന്നാലല്ലേ എനിക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റത്തുള്ളൂ. എന്റെ ഫോണെ നിങ്ങൾ വിളിക്കുക, സിസ്റ്ററെ 10 മണിയാകാൻ ഇനി 10 മിനിറ്റേ ഉള്ളൂ, എന്റെ കാര്യത്തിൽ വല്ല തീരുമാനമായോ എന്ന് ചോദിക്കുമ്പോ ഞാൻ ഫോൺ എടുത്താലല്ലേ ഉള്ള അതിന് മറുപടി പറയാൻ പറ്റത്തുള്ളൂ. ജീവനോടെ ഇല്ലെങ്കിലോ? ഇതുകൊണ്ടാ മനുഷ്യൻ ആശ്രയിക്കണം. മനുഷ്യൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം പറഞ്ഞ് നെക്സ്റ്റ് മൊമെന്റിൽ ആള് തീർന്ന നിങ്ങളോട് പറഞ്ഞ വാക്കുപോയി. നിങ്ങൾക്ക് ആ 1 മിനിറ്റിലെ സന്തോഷമേ ഉള്ളായിരുന്നു. അത് കേട്ടപ്പോ അയ്യോ സിസ്റ്റർ ഏറ്റിട്ടുണ്ട്. മനസ്സിലായ പറയുന്നത്? ആ ഒരു സന്തോഷം കിട്ടി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോ പറഞ്ഞു ആള് തീർന്നത്. എന്തോ പറ്റും? ആ ഉള്ള സന്തോഷം കൂടെ പോയി. മനസ്സിലായി? പിന്നെ നമ്മൾ അടുത്തയാളെ പിടിക്കാൻ പോകും. മനസ്സിലാവുന്നുണ്ടോ? സഹായത്തിന്. എന്നാ കർത്താവ് പറയുക, അങ്ങനെ പറയുന്ന ഒരാളല്ല ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ആ അനന്യനായി ദൈവം പറയാം, നിന്റെ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്നെ ഈ വചനത്തിൽ നിന്ന് കർത്താവ് പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം. പരിശുദ്ധാത്മ എന്നെ പഠിപ്പിച്ച രീതി, ഈ 2-3 വാക്യം അവിടെ എഴുതി വെച്ചിട്ട് അത് അതിന്റെ ടൈറ്റിലാണ് ഈ അധ്യായത്തിന്റെ. അപ്പോൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം, അറിയാത്തത് മഹത്തമായത് അഗോചരമായ കാര്യങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണെന്ന് താഴോട്ടുള്ള മുഴുവൻ അധ്യായത്തിൽ മറഞ്ഞു കിടപ്പുണ്ട്.
അറിയാത്തത്, മഹത്തമായത്, അഗോചരമായത് ആയതിനാൽ നമ്മൾ ഇന്ന് ഈ അധ്യായത്തിലേക്ക് ഒന്ന് ഇറങ്ങുകയാ, ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി പഠിക്കാൻ പോയി. ഈ വചനം പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. എന്താണ് അറിയാത്തത്, എന്താണ് മഹത്വമായത്, അഗോചരമായത് ഇതിനകത്ത് കിടക്കുന്നത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷയങ്ങൾ ഇതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. എനിക്ക് നിങ്ങളെ ആരെയും പേഴ്സണലി അറിയത്തില്ല, എന്നാൽ പരിശുദ്ധാത്മാവിന് നിങ്ങളെ അറിയാം. അറിയാവുന്ന പരിശുദ്ധാത്മാവ് പറയാം നിങ്ങളുടെ എല്ലാവരുടെയും വിഷയങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, സിസ്റ്റർ എന്റെ വിഷയം ഇതിനകത്ത് കാണത്തില്ല സിസ്റ്റർ. ഉണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇനി എക്സ്പ്ലനേഷൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ കണ്ടോണം. ഇതിനകത്ത് ഓരോരുത്തരുടെ വിഷയങ്ങളെ ദൈവാത്മാവ് തൊടാൻ പോവാം. അതിനിപ്പുറം ഈ വചനം എന്നെ പഠിപ്പിച്ച ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഈ വചനം ഞാൻ പറഞ്ഞല്ലോ, ഇത് വെറും ഒരു വാക്യമായിരുന്നു എനിക്ക്. എന്നാൽ എപ്പോഴാണ് ഇതിന്റെ പ്രവൃത്തി ചെയ്തെന്ന് ചോദിച്ചാൽ, ഈ ടെസ്റ്റിമണി കേട്ടവർ ഇതിനകത്തുണ്ട്, എനിക്കറിയാം. എന്നാൽ ഒന്നും കൂടെ കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിച്ചോട്ടെ. ഹല്ലേലൂയ. ഞാനിത് പറയുന്നത് 2023 ഡിസംബർ മാസത്തില് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവം ഉണ്ടായി. ആ അനുഭവത്തിലാണ് ഞാൻ ഈ വാക്യത്തിന്റെ അർത്ഥം പഠിച്ചത്. അതുവരെ ഈ വാക്യം ഞാൻ പറഞ്ഞല്ലോ വെറും ഒരു വാക്യമായിരുന്നു എനിക്ക്. 2023 ഡിസംബറിൽ എന്റെ ഹസ്ബൻഡിന്റെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ മിറക്കിളി, ആ മിറക്കിളിൽ കൂടെ ഈ വചനം കർത്താവ് എന്നെ പഠിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ദൈവത്തിന് വലിയൊരു പദ്ധതിയാണ്. അപ്പൊ ആ ടെസ്റ്റിമണിക്ക് കയറുന്നതിന് മുമ്പ് എന്തായിരുന്നു ഞങ്ങളുടെ ജീവിതം എന്നൊന്നും തുടക്കത്തിൽ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ വിവാഹത്തോടനുബന്ധിച്ച് ദൈവം എനിക്ക് തന്ന ഒരു ആലോചന ഉണ്ടായിരുന്നു. നിന്നെ ഞാൻ ഇങ്ങനെ ഒരാൾക്കാ കൊടുക്കാൻ പോകുന്നത്. എവിടുന്നാ ഞാൻ എന്റെ വിവാഹത്തിന്റെ ടെസ്റ്റിമണി പറഞ്ഞപ്പോ ആ വാക്യം പറഞ്ഞിട്ടുണ്ടാവാം. ഞാൻ കിഴക്ക് നിന്നൊരു റാഞ്ചൻ പക്ഷി ദൂരദേശത്ത് നിന്ന് എന്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിച്ചിരിക്കുന്നു, ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും. ഈ വചനം എനിക്ക് തന്നപ്പോൾ എനിക്കറിയാം ആലോചന അനുഷ്ഠിക്കും, ദൈവത്തിൽ ആലോചന അനുഷ്ഠിക്കുന്ന ഒരാളാ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബജീവിതം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. ദൈവം പറയുന്ന ഒരു കാര്യം അംഗീകരിക്കുന്ന, അനുസരിക്കുന്ന ഒരാളാണ് എന്റെ ഹസ്ബൻഡ്. പക്ഷേ എന്നോട് വേറൊരു ദൂത ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കുടുംബമായി എന്റെ വേല ചെയ്യും. അത് ഞാൻ പറഞ്ഞല്ലോ, ചില ആലോചനകളും പ്രൊഫസിയും ഒക്കെ കേൾക്കുമ്പോൾ നടക്കുമോ എന്നൊരു ഡൗട്ട് വരത്തില്ല. ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എന്റെ ഹസ്ബൻഡ് ഒരു നേഴ്സാണ്, അദ്ദേഹം ജോലി ചെയ്യുന്നു, ഞാനും നേഴ്സായിരുന്നു. എന്നാൽ കർത്താവ് ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പേ എന്നോട് ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു, എനിക്ക് ആ വാക്യം ഭയങ്കര ഇഷ്ടം, അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ. നടക്കാൻ ഒരു ചാൻസില്ല. എന്നോട് നാട്ടിൽ നിന്ന് ഞാൻ അമേരിക്കയിലോട്ട് യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ നടന്ന ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന. നെക്സ്റ്റ് വീക്ക് ഞാൻ അമേരിക്കയിലോട്ട് പോവാ. എന്നിട്ട് തലേ ഞായറാഴ്ച ഉപവാസ പ്രാർത്ഥന ഒരു ദൈവദാസനെ ഞങ്ങളുടെ ചർച്ചിൽ വിട്ടിട്ട് ആ ദൈവദാസൻ ഓടി വന്ന് എന്റെ തലയിലേക്ക് കൈവച്ചൊരു ദൂത് പറഞ്ഞു. ഈ ദൂത് പറയുന്ന സമയത്തെ എന്റെ അവസ്ഥ ഞാൻ നിങ്ങളോടൊന്ന് പറയും. അങ്ങനെ ഇരിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ട് ഇതൊന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കിടക്കാം. പരിശുദ്ധാത്മാവ് അങ്ങനെ അങ്ങോട്ട് കയറ്റി വിടുന്നുണ്ട്, ഞാനൊന്ന് പറയുക. ഈ ഉപവാസ പ്രാർത്ഥനയെ ഞാൻ ചർച്ചിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് നടക്കുന്നുണ്ട്. എന്റെ പപ്പ അന്ന് ലീഡ് ചെയ്യുന്ന പപ്പ അവിടെ നിന്ന് പല പല കാര്യങ്ങൾ നമ്മളെ ഉത്തേജിപ്പിക്കാനും ഉപവാസ പ്രാർത്ഥനയിലേക്ക് ഒരുക്കാനും ഒക്കെ പറയുന്നുണ്ടെങ്കിലും എന്റെ ശരീരം മാത്രമേ അവിടെയുള്ളൂ, എന്റെ മനസ്സ് അമേരിക്കയില. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രാർത്ഥിച്ച് കിട്ടിയൊരു മറുപടിയാ. ഞാൻ എന്റെ ഹസ്ബൻഡ് അടുക്കലോട്ട് പോകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പോലും, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു നേഴ്സാണ്, 6 എക്സാം എഴുതണം. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് ബൈബിളിന്റെ പുറകിൽ ഒരു കൊച്ചു പേപ്പറിൽ കാൽക്കുലേഷൻ നടത്തിക്കൊണ്ടിരിക്കാം. എത്ര ദിവസം ജോലി ചെയ്താൽ എത്ര രൂപ ഉണ്ടാക്കാം, ആ രൂപ കിട്ടിയാൽ എത്ര രൂപ വീട്ടിൽ അയച്ചു കൊടുക്കാം, അത് എത്ര രൂപ അയച്ചു കൊടുത്താൽ എനിക്ക് എന്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ഒരു വീട് വെച്ച് കൊടുക്കാം, എന്റെ അനിയത്തിമാരെ പഠിപ്പിക്കാൻ എത്ര രൂപ വേണം, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേഷൻ ഇങ്ങിട്ട് മനസ്സിലാകുന്നുണ്ടോ? പുറകെ ഇരുന്ന് ചെയ്യും. അപ്പം ആൾക്കാർ നോക്കുമ്പോൾ നോട്ട് എഴുതുന്നതായിട്ട് തോന്നും, വചനമൊക്കെ എഴുതിയെടുക്കുന്നതായിട്ട് തോന്നും. പക്ഷെ വചനം എഴുതിയെടുത്തോണ്ടിരിക്കുകയല്ല, എന്റെ സ്വന്തം പ്ലാൻസ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ എന്താ നടക്കുന്ന പോലും എനിക്കരുത്, പക്ഷെ എന്റെ ശരീരം അവിടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ചിലർ അങ്ങനെ ചർച്ച ഇരിക്കാറില്ലേ? പാസ്റ്റർ അവിടെ കിടന്ന് തകൃതി എടുത്ത് ശബ്ദമെടുത്ത് പ്രസംഗിക്കുമ്പോൾ നമ്മൾ എവിടെന്നറിയോ? നമ്മൾ നമ്മുടെ സ്വപ്ന കൂടാരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? കർത്താവേ എന്റെ കൊച്ചിന്റെ വിവാഹം അയ്യോ മഴയ്ക്ക് മുമ്പ് നടന്നാൽ മതിയായിരുന്നു, വീടിന്റെ പണി ഒന്ന് തീർന്നാൽ മതിയായിരുന്നു. പാസ്റ്റർ അവിടെ പറയുന്ന വചനം ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ കയറി. ഇതുപോലെ ഞാനും ഇരുന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഞാനിതുപോലെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവദാസൻ സഭയിൽ ശുശ്രൂഷിക്കാൻ വിളിച്ച ദൈവദാസനാണ്. ആ ദൈവദാസൻ വന്ന് ഫ്രണ്ടിൽ വന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കും. വചനം പറയാൻ വേണ്ടി എഴുന്നേറ്റ് എന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ഈ ഇവിടെ വചനം ഒന്ന് പറഞ്ഞു, ഇന്ന് എന്നോട് ഒരാളോട് ഒരു ദൂത് പറയാൻ എന്നെ ഇവിടെ വിട്ടേക്കുന്നു, ആ ദൂത് പറഞ്ഞിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു. ഇതൊന്നും ഞാൻ കേൾക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആ ഭിത്തിയെ ചാരിയിരിക്കുന്ന ആ മോളിങ് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. അതും ഞാൻ കേട്ടില്ല, കാരണം സ്വപ്ന കൂടാരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? എത്ര ലക്ഷം വീട്ടിൽ അയച്ചു കൊടുക്കണമെന്നുള്ള ചിന്തയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെ കേൾക്കും ദൈവദാസം? അപ്പൊ എന്റെ മമ്മി പുറകെ നിന്നിട്ട് വിളിക്കും, നിന്നെയാ വിളിക്കുന്നത്.
ഞാൻ പെട്ടെന്ന് ദൈവമേ, അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു പ്രവാചകനാണ്. അവിടെ ഇരുന്ന് കുറവൊക്കെ ഏറ്റു പറഞ്ഞു, കർത്താവെ കുറവൊന്നും വിളിച്ചു പറയല്ലേ, ഞാൻ നന്നായിക്കോളാം, സോറി, ഞാൻ മീറ്റിംഗ് ഒന്നും ശ്രദ്ധിച്ചില്ല, ക്ഷമിക്കണേ, ഒന്നും വിളിച്ചു പറയില്ല കർത്താവേ, ഞാൻ നന്നായിക്കോളാം. നമുക്ക് അങ്ങനെ പേടിയില്ല, വിവേചിക്കുമോ എന്നുള്ളൊരു പേടിയിൽ പെട്ടെന്ന് മാനസാന്തരപ്പെട്ടു. ആ 1 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് മാനസാന്തരപ്പെട്ട പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് ഫ്രണ്ടിലോട്ട് ചെല്ലുകയും ആ ദേവദാസൻ പറഞ്ഞു മുഴങ്കാലയം ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന ഉടനെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് എന്തുവാ വരാൻ പോകുന്നത് എനിക്കറിയത്തില്ല. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ 2-3 പ്രവചനങ്ങൾ വന്നിട്ടുണ്ട്, അത് എന്റെ ജീവിതത്തെ വഴി തിരിച്ചു വിട്ടത്. അതുകൊണ്ട് പേടിച്ചിരിക്കും, എന്താണ് വരാൻ പോകുന്നതെന്ന് പേടിച്ചിരിക്കും. ഈ ദേവദാസൻ തലയിലോട്ട് കൈവച്ചൊരു ദൂത് പറഞ്ഞു, നീ ഒരു രാജ്യത്തേക്ക് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുവോ. ആർക്കും അറിയില്ല കേട്ടോ, അതായത് ഞാൻ പറഞ്ഞു ഈ ദേവദാസൻ എന്നെ മുന്നേ അറിയത്തില്ല, ഈ അറിയാത്ത ദേവദാസനെ തലയിൽ കഴിച്ചു, നീ ഒരു രാജ്യത്തേക്ക് യാത്രയ്ക്ക് ഒരുങ്ങുവോ. എന്നാൽ ആ രാജ്യത്തേക്കുള്ള യാത്രയെ കുറിച്ച് നീ ഭയങ്കര പദ്ധതികളായിട്ടേക്കുന്നത് സത്യമാ. അപ്പോഴേ എനിക്കറിയാം ബാക്കി പറയൂ. നീ അവിടെ കർത്താവെ ബാക്കി ഒന്നും വിളിച്ച് പറയില്ല പ്ലീസ്, ഞാൻ ഇനി മേലാ പ്രാർത്ഥനയില് എന്നെ ഇങ്ങനെ ഒന്നും കാണിക്കത്തില്ല, ഞാൻ അടങ്ങി ഇരുന്നോളാം, ഏകാഗ്രതയോടെ ഇരുന്നോളാം, വിളിച്ചു പറയരുത്. അപ്പോഴത്തേന് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, പരിശുദ്ധാത്മാ വിളിച്ചു പറഞ്ഞു, നീ ഇവിടെ ഇരുന്ന് അനേക കാൽക്കുലേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ പോയാൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്രകാരം ആയിരിക്കണമെന്ന്. എന്നിട്ട് അടുത്ത വാക്ക്, നീ എഴുതി വെച്ചതൊന്നുമല്ല നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. തീർന്നില്ലേ, ചില്ലുകൊട്ടാരം പോലെ എല്ലാ പ്ലാനും. എന്ത് നല്ല സ്വപ്നമായിരുന്നു അറിയാം. സ്വപ്നം കാണുന്നതിന് നമ്മൾ പറഞ്ഞ കാശ് മുടക്കുന്നില്ല. എന്ത് നല്ല സ്വപ്നം ഞാൻ കണ്ടുകൊണ്ടിരുന്നെന്ന് അറിയാമോ. പെട്ടെന്ന് കടൽത്തിര വന്ന് ഇത് ഇടിച്ചു കളയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എന്റെ ശരീരത്തിന്റെ ശക്തിയൊക്കെ ഇങ്ങ് ചോർന്നു പോയി. ശക്തിയെല്ലാം ചോർന്നു പോയിട്ട് തളർന്നിരുന്ന പോലെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ദേവദാസൻ പറയാം, മോളെ, നീ ആ രാജ്യത്ത് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഞാൻ നിന്നെ ആ രാജ്യത്തേക്ക് വിടുന്നത് ജോലി ചെയ്യാനല്ല, എന്റെ വേലയ്ക്ക് വേണ്ടിയാണ്. തീർന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായി. നമ്മൾ അറിയാത്തൊരു മറുപടി പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ വചനം വായിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ, നീ അറിയാത്തൊരു മറുപടി നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നുണ്ടെന്ന്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അറിയാത്തതാകുമ്പോ പെട്ടെന്ന് അത് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാവുന്ന എന്താണെന്നറിയോ, വിഷമം, ഭാരം. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാ ഉദ്ദേശിച്ചത്. അപ്പൊ കർത്താവ് പറയാ, അതവിടെ നിൽക്കട്ടെ, ഇതാ പക്ഷെ എന്റെ പ്ലാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് താല്പര്യമില്ല, പക്ഷെ ഞാൻ ജോലിയോടുകൂടെ കർത്താവിന്റെ വേല ചെയ്താൽ പോരെ. കർത്താവ് പറയാ, എന്നിട്ട് എടുത്തു വാക്കിയ ദേവദാസം പറയാ, നീ ആ രാജ്യത്ത് നിന്ന് ഒരു ദിവസം പോലും ജോലി ചെയ്യത്തില്ലെന്ന്. തീർന്നു. അതും കൂടെ കേട്ടപ്പം നമ്മൾ പറഞ്ഞാൽ അറിയാത്തതും മഹത്തായതും അഗോചരമായതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം വരികയാണ്. പെട്ടെന്ന് തളർന്നു, ക്ഷീണിച്ചു, മനസ്സിന് വിഷമം തോന്നി. കർത്താവ് പറയാ, ഞാൻ നിന്നെ ആ രാജ്യത്ത് വിടുന്ന എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ, നീ എന്റെ വചനം പ്രസംഗിക്കും, ഞാൻ നിന്നെ അതിനു വേണ്ടി രൂപാന്തരപ്പെടുത്തു എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ചുരുക്കി പറഞ്ഞ് ഞാൻ ഈ രാജ്യത്ത് വന്നു. അതിന്റെ കൂടെ ദേവദാസൻ പറഞ്ഞു, അല്പനാളുകൾ കഴിയുമ്പോൾ നിങ്ങൾ കുടുംബമായിട്ട് എന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങും. ഞാൻ ഓർത്തു, അപ്പൊ ആ പ്രതീക്ഷയും തീർന്നു. ഹസ്ബൻഡിന്റെ ജോലിയും പോകും, ഒരുമിച്ച് ഇറങ്ങും. അന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒത്തിരി ബാധ്യതകളും കാര്യങ്ങളും എനിക്ക് നാട്ടിലുള്ളതുകൊണ്ട്, എൻ്റെ അപ്പയമ്മയെ കുറിച്ചുള്ള ചിന്തയുള്ളത് കൊണ്ടും, ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യേണ്ടത് കൊണ്ടും, ആ ഒരു മൂത്ത മോളെന്നുള്ള ഒരു ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് എനിക്ക് ആ ദൂത് അത്ര സന്തോഷമൊന്നും തോന്നിയില്ല. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ പറയും, ദൂത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ദൈവം തരുന്ന ആലോചന ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും ദൈവം നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. എന്നാൽ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ അങ്ങോട്ട് സമർപ്പിച്ചു കൊടുത്താണല്ലോ, നമ്മളെ അത് ഇഷ്ടപ്പെടുന്ന രീതി നമ്മളെ അങ്ങോട്ട് പണിയാൻ തുടങ്ങും. പിന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കും. കർത്താവ് നമ്മളെ എടുത്ത് ഉപയോഗിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്ന് കർത്താവ് ആദ്യം ചെയ്തത് 2018 ജൂണിൽ ഇവിടെ വരുന്നു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയുള്ള മാസങ്ങൾ പണിയലിന്റെ മാസമായിരുന്നു. ഞാൻ പറയും, ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് പറയുന്ന ഒറ്റ വാക്കി പറഞ്ഞ, തകർത്ത് പണിതു. ഇവിടെ കൊണ്ടുവന്ന് എന്നെ തകർത്തു പണിതു. ദൈവത്തിന് ഇഷ്ടമുള്ള ദേശത്തിലേക്ക് ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുക കേട്ടോ, പണി പൂർത്തീകരിച്ചിട്ടില്ല. ഏരിയാസിൽ ഇപ്പോഴും പണി നടക്കും. ഇങ്ങനെ പണിത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്കറിയാം, ഓക്കെ, എന്നെ കർത്താവ് ആദ്യം മിനിസ്ട്രിയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ മിനിസ്ട്രിയിൽ ഇറങ്ങിയ സമയത്ത് എനിക്കൊരു ഡൗട്ട്. എൻ്റെ അച്ചാച്ചനെ ഞാൻ എപ്പോൾ നോക്കിയാലും ഈ അച്ചാച്ചൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാനുള്ള ഒരു ചാൻസ് ഒന്നുമില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ സംസാരിക്കത്തില്ല, വാ തുറക്കത്തില്ല, അങ്ങനെ അധികം സംസാരിക്കുന്ന ആളല്ല. 1-2 വാക്കിൽ മാത്രം മറുപടി പറയുന്ന ഒരാള്. ഇപ്പൊ ഞാൻ മാനുഷികമായി നോക്കുമ്പോൾ അച്ചാച്ചൻ മിനിസ്ട്രിക്ക് ഇറങ്ങും, ചാൻസ് ഇല്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സംസാരിക്കാനെങ്കിലും, അല്ലെ, ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നെങ്കിൽ സൂചനം പറയാനുള്ള ഒരു ഇത് വേണം. നമ്മൾ മാനുഷികമായി നോക്കുമ്പോൾ ഞാൻ കർത്താവ് അച്ചാച്ചന് സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പൊ കർത്താവിനോട് ചോദിച്ചു, നിനക്കുണ്ടായിരുന്നോ? അപ്പൊ ഞാൻ എനിക്കില്ലായിരുന്നു. ഇപ്പൊ നീ പറയുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അതാരാ ചെയ്ത്? ഞാൻ. അപ്പൊ പിന്നെ എനിക്കിത് എളുപ്പമാണ്, ഇതൊന്നും വിഷയമുള്ള കാര്യമല്ലെന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴും എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിനക്ക് ഒത്തിരി ടെസ്റ്റിമണിയുണ്ട്,
എനിക്ക് അങ്ങനെ ടെസ്റ്റിമണി ഒന്നുമില്ല. നീ ആരെ കണ്ടാലും സാക്ഷ്യം പറയുക, കർത്താവ് ചെയ്തൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനെ ടെസ്റ്റിമണി ഒന്നുമില്ല പറയാൻ. ഇങ്ങനെ പറഞ്ഞ് 2022 അവസാനം ഞങ്ങൾ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് 2023 ആണ്ട്രതി യോഗത്തിന് ചർച്ചിലിരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ചർച്ചിൽ എന്റെ പപ്പ ദൈവകൃപയാൽ വചനം എടുത്തു. ഇങ്ങനെ നമ്മൾ നാട്ടിൽ പറഞ്ഞല്ലോ, വാക്തത്വ വചനങ്ങൾ ഓരോരുത്തരും കൊടുക്കും. അങ്ങനെ എന്റെ ഹസ്ബൻഡ് കിട്ടിയ വചനം എന്തായിരുന്നു അറിയാം? ആ വർഷത്തെ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഈ വചനം കയ്യിലോട്ട് കിട്ടുകയും എനിക്ക് മനസ്സിലായി കർത്താവിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കാനുള്ള വർഷമാണ് ഈ വർഷം. ഞാൻ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ നോക്കി, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എനിക്ക് കർത്താവ് എന്താണ് ഞങ്ങളെ ഈ വർഷം പ്രതീക്ഷിച്ചിരിക്കുന്നത്? കാരണം പറഞ്ഞ വാക്യം എന്നാ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി യഹോവയുടെ പ്രവർത്തികളെ എന്റെ അച്ഛൻ വർണ്ണിക്കും. ഞാൻ ആ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ റൂമിൽ ഞാൻ വാക്തത്വ വചനങ്ങളൊക്കെ എഴുതിയിട്ട് എന്നും കൈ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജാനുവരി തൊട്ട് ഡിസംബർ വരെ നോക്കി, ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത്, ഇതാ ഞാൻ പറഞ്ഞേ, സമയങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്നാ, ഓ ഇനി വലിയ പ്രതീക്ഷയൊന്നും. ഞാൻ ആ ഡിസംബർ മാസം എനിക്ക് ഓർമ്മയുണ്ട്, ഡിസംബർ 1 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. ഞാൻ അന്ന് ഇവിടെ ഇരുന്ന് ഈ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ അങ്ങ് പറഞ്ഞില്ലേ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്ന് എന്റെ ഹസ്ബൻഡ്. ഡിസംബർ 1 കർത്താവെ, 11 മാസം കഴിഞ്ഞു പോയി. ഇനി കേവലം 30 ദിവസം കൂടെ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ എന്തോ നടക്കാനോ? ആ 1 തീയതിക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അന്ന് എന്റെ അച്ചാച്ചൻ പുതിയൊരു ജോലിക്ക് വേണ്ടി ജോയിൻ ചെയ്തു, ഹോം ഹെൽത്ത് നഴ്സ് ആയിട്ട്. വീടുകളിൽ പോയി പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യണം. പുതിയ ജോലിക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഓറിയന്റേഷൻ നടക്കുന്ന സമയം. ഇതിവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അച്ചാച്ചൻ ഓറിയന്റേഷന് പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസംബർ 5 തീയതിത്തെ കാര്യം ആദ്യം പറയാം. 5 തീയതി ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു മോള്, അവര് ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന കുഞ്ഞാ. അവളെ ദൈവകൃപയെ ഞാൻ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ കുടുംബമായിട്ട് വചനം പഠിപ്പിക്കാൻ കർത്താവ് എനിക്കൊരു ഭാഗ്യം നൽകി തന്നു. ആ കുഞ്ഞ് രക്ഷിക്കപ്പെട്ടു, ഒരു സ്നാനപ്പെട്ടു. അവൾക്ക് അന്ന് 20 വയസ്സ്. ആ മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എപ്പോഴും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമല്ലോ, അഭിഷേകത്തെ കുറിച്ച് പറയുമല്ലോ, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. ഇത് സത്യമാണെങ്കിൽ എനിക്ക് പ്രാപിക്കണം. എനിക്കത് എന്താന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ എല്ലാവരും ഇത് പറയുന്ന കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്കിതെന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ പറഞ്ഞു, മോനെ ആഗ്രഹം ഉണ്ടെങ്കിൽ വാ. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ഞാൻ 2 ദിവസം വരാൻ പോകും. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞ് 5 തീയതി എന്റെ അടുക്കൽ വന്നു. ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്നൊന്നും നടന്നില്ല, പക്ഷെ അന്ന് നടന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിടെ കുറവുകളൊക്കെ വെളിപ്പെടുത്തി. ദൈവകൃപയാൽ അവൾ ആ കുറവുകളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നത് കാണുവാൻ എനിക്കിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവം എന്തൊക്കെ അവളോട് പറഞ്ഞു, ആ കുഞ്ഞതെല്ലാം റെഡിയായി. കളയേണ്ടതിനെ കളയുവാൻ, ഏറ്റെടുക്കേണ്ട ദൂതുകൾ ഏറ്റെടുക്കുവാൻ ആ കുഞ്ഞ് തയ്യാറായി. അന്ന് എന്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞു വന്നു. 6 തീയതി ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് വീട്ടിൽ പോകണോ? ഇല്ല ചേച്ചി, എനിക്ക് പ്രാപിച്ചിട്ടേ ഞാൻ വീട്ടിൽ പോകത്തുള്ളൂ, നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ 6 തീയതി രാവിലെ തൊട്ട് ഞങ്ങൾ ഈ മുറിയിൽ, പ്രാർത്ഥിക്കുന്ന മുറിയിൽ ഞങ്ങൾ ഇരുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരം രാവിലെ ഇരുന്നിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ആത്മാവിന് വേണ്ടി ഇങ്ങനെ കൊതിച്ചിരിക്കുമ്പോൾ വൈകുന്നേരം ഒരു 5 മണി 5:30 ആയ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മുറിയിലേക്ക് ഇറങ്ങി വന്നു. ആ പൈതൽ ആദ്യമായി ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അവൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയും അവൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആത്മാവിൽ ഒത്തിരി നേരം ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു, ആരാധിച്ചു. വളരെ സന്തോഷത്തിരിക്കും. വൈകുന്നേരം എന്റെ ഹസ്ബൻഡ് കുഞ്ഞുങ്ങളുമായിട്ട് അവരെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് ഇവിടെ വന്നു. എന്നാ അച്ഛൻ പറഞ്ഞു, എനിക്ക് നാളെ നേരത്തെ പോകണം, അതുകൊണ്ട് നമുക്ക് നേരത്തെ കിടക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞു. ഒരു 10 മണിയൊക്കെ ആയപ്പം കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇരുന്നു. കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുന്നപ്പോൾ, ഈ മുറിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഈ മോളോട് പറഞ്ഞു, മോൾ അഭിഷേകം പ്രാപിച്ചല്ലേ, മോൾ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കാൻ പറയുകയും മോള് പറഞ്ഞു, ചേച്ചി ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി എന്റെ ഹസ്ബൻഡ്, ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഇംഗ്ലീഷ് അറിയത്തുള്ളൂ, മലയാളം അറിയത്തില്ല, മലയാളം സംസാരിക്കത്തില്ല. നമ്മൾ വീട്ടിൽ പറഞ്ഞ് കുറച്ച് മലയാളമൊക്കെ പുള്ളിക്ക് മനസ്സിലാവും, അത്രേ ഉള്ളൂ. അപ്പം ഈ മോൾ ഇങ്ങനെ മലയാളത്തിലെ പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രാർത്ഥിച്ചു അല്പം അങ്ങോട്ട് കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡിന്റെ പേര് പീറ്റേഴ്സണിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് ഈ മോളെ എന്നെ ഇങ്ങനെ തോണ്ടിയിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഒരു കാര്യം ഇങ്ങനെ കുറെ നേരമായിട്ട് എന്റെ ഉള്ളിൽ ഇങ്ങനെ പറയാൻ വരുന്നു, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞോളാം. പെട്ടെന്ന് ഈ മോള് പറയാ, ചേച്ചി ഞാൻ ഇങ്ങനെ കണ്ണടച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ ഇങ്ങനെ കാണുക പീറ്റർ ചാച്ചൻ ഒരു 100-120 പേര് കൂടിയിരിക്കുന്ന ഒരു വലിയ സ്ഥലത്ത് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നു, സ്റ്റേജിൽ നിന്നുകൊണ്ട് ശക്തമായിട്ട് ദൈവവചനം പറയുന്നതായിട്ട് ഞാൻ കാണുന്നെന്ന് പറഞ്ഞു.
ഇപ്പൊ ഞാൻ 2 ദിവസം മുമ്പ് എന്താ പ്രാർത്ഥിച്ചത്? കർത്താവ് ഇത് എന്നാ നടക്കാൻ പോകുന്നു? ഈ വർഷം തീരാറായി. കിട്ടിയ വചനം എന്താ? ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. അപ്പൊ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഇനി എന്നാന്ന്? ഇതും ഈ മോള് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, സമയമായി. ദൈവം പറഞ്ഞ വാഗ്ദത്തം. അതുകൊണ്ട് രണ്ടാമത് ഒരാളിൽ കൂടെ ദൈവം അത് പറയിപ്പിച്ച് ഞാൻ അപ്പൊ തന്നെ ഏറ്റെടുത്തിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, ഗോഡ് ഐ എം വില്ലിങ് എന്ന് പറയാൻ പറഞ്ഞു. അച്ഛൻ ഞാനിത് പറയാൻ തുടങ്ങി. അച്ഛൻ പറയും, യെസ് ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെ, കർത്താവെ ഞാൻ സമർപ്പിക്കുന്നു, അങ്ങയുടെ ഹിതത്തിനായി ഏൽപ്പിച്ചു തരിക, അങ്ങയുടെ ഇഷ്ടം നിറവേറണം. മനസ്സിലായോ? പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാനും ഈ മോളും കൂടെ അടുക്കളയിലേക്ക് പോയി. ഞാൻ നോക്കുമ്പോൾ എന്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ ലിവിങ് ഏരിയയിൽ അച്ഛൻ ഇങ്ങനെ സോഫയുടെ അടുക്ക നിൽക്കും. അപ്പൊ ഞങ്ങളുടെ ഓപ്പൺ കിച്ചൺ, അപ്പൊ എനിക്ക് കിച്ചണിൽ നിന്ന് അച്ഛനെ കാണാം. സോഫയുടെ അടുക്ക നിൽക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്റെ ഹസ്ബൻഡ് കയ്യിലിരുന്ന ഫോൺ പെട്ടെന്ന് നിലത്തോക്കി ഇടുന്നത് കണ്ടു. എനിക്കറിയാം ഇത് പുതിയ ഫോണാണ്. അപ്പൊ നിലത്തേക്ക് ഒരാൾ ഫോൺ എറിയുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമല്ലോ, എറിയുന്നതായിട്ടാണ് കണ്ടത്, കയ്യിൽ നിന്ന് പോവല്ല. അപ്പൊ ഞാൻ ഓർത്തി ഇത് എന്തോ ഈ കാണിക്കുന്നത്. അപ്പൊ എന്റെ പിള്ളേരടുത്ത് നിൽപ്പുണ്ട്. അച്ഛൻ ചില സമയത്ത് തമാശയൊക്കെ കാണിക്കുന്നത് ഞാൻ ഓർത്തി ഇതൊരു തമാശ കാണിച്ചത്. എന്നാലും ഫോൺ എറിഞ്ഞത് കൊണ്ട് എനിക്കൊരു ഡൗട്ട്. പിന്നെ ഞാൻ നോക്കുന്ന അദ്ദേഹം കുനിഞ്ഞു നിൽക്കുന്നു, ഫോൺ ഇങ്ങനെ എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പിന്നെ ഫോൺ താഴോട്ട് പോകുന്നു. അപ്പൊ ഞാൻ ഓർത്തി ഇത് എന്തോ അച്ഛൻ കളിക്കുവാന്ന് ഓർത്ത് വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ അറിയൂ ഓക്കെ? അപ്പൊ അദ്ദേഹം പതുക്കെ ഇങ്ങനെ പൊങ്ങി എന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്റെ ഹസ്ബൻഡിന്റെ മുഖം ഒരു വശത്തേക്ക് ഇങ്ങനെ കോടിക്കിടക്കുന്നതാണ്. ഞാൻ നോക്കുമ്പോൾ ഇവിടുത്തെ ഞരമ്പുകളെല്ലാം ഇങ്ങനെ പെടച്ചു വരുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോ കൈ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ വിറച്ച് കൈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറുന്നു, കാല് വേയിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി, നഴ്സിംഗ് പഠിക്കുന്നവർക്കറിയാം, നമുക്ക് സിംറ്റംസ് കാണുമ്പോഴേ മനസ്സിലായി ഇത് സ്ട്രോക്ക് ആണ്. ഞാൻ ഓടി അടുക്കളയിൽ നിന്ന് വരുമ്പോൾ കാല് വേച്ചു പോയി, ഇടത്തെ സൈഡ് മുഴുവൻ തളർന്നു പോയി. അതായത് കൈ ഇങ്ങനെ തളർന്നു കിടക്കാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ ഒരു വശത്തൂടെ തുപ്പൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഡ്രൂളിങ് നടക്കുന്നുണ്ട്. ഒരു വശത്തേക്ക് ഇങ്ങനെ കംപ്ലീറ്റ്ലി കോടിപ്പോയി. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയാൻ പറ്റുന്നില്ല, എനിക്ക് തിരിയുന്ന പോലുമില്ല എന്താ പറയുന്നെന്ന്. എനിക്ക് മനസ്സിലായി വീഴുമെന്ന്. ഓടിപ്പോയി കയ്യെ പിടിച്ചു, എങ്ങനെയൊക്കെയോ വലിച്ച് തൊട്ടടുത്തുള്ള ചെയറെ, ഞങ്ങൾ ഡൈനിങ് ടേബിൾ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോവാ. അപ്പൊ ഒരു കാലം വലിഞ്ഞോണ്ടാ വരുന്നത്, ഇടത്തെ കാലും കയ്യും സൈഡ് വലിച്ചുകൊണ്ട് ടേബിളിൽ ഇരുത്തി. ഇത് രാത്രി 10:45 10:30 നടക്കുന്ന സമയം, 10:30. ദൈവമക്കളെ ഓർക്കണം, രാത്രി 10:30. ഈ അമേരിക്കയിൽ താമസിക്കുന്ന കുറച്ച് പേര് ഇതിനകത്തുള്ളതുകൊണ്ട് അവർക്ക് മനസ്സിലാവും. ഈ ഞങ്ങളുടെയൊക്കെ നെയ്ബർഹുഡിലെ ഓൾമോസ്റ്റ് 8 o'clock ഒക്കെ ആകുമ്പോഴേ എല്ലാവരും കിടന്നുറങ്ങും. നെയ്ബേഴ്സ് എല്ലാം കംപ്ലീറ്റ്ലി അകത്താണ്. രാത്രി 10:30 സമയം ഈ മോൾ എന്റെ അടുത്തുണ്ട്, എന്റെ കുഞ്ഞുങ്ങളുണ്ട്. എന്റെ മൂത്ത മോക്ക് അന്ന് 4 വയസ്സ്. ഇവള് കരയാൻ തുടങ്ങി. ഡാഡിക്ക് എന്നാ പറ്റുമെന്ന് വെച്ചാൽ അവള് കരയാൻ തുടങ്ങി. നമ്മുടെ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നടക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വെപ്രാളം തന്നെ എനിക്കും ഉണ്ടായി. പെട്ടെന്ന് ഒരു ആദിയും ഒരു വെപ്രാളവും ഒരു സങ്കടവും, എന്നാ ചെയ്യണോന്ന് അറിയാത്തൊരു ടെൻഷൻ. പെട്ടെന്ന് ഈ മോളനോട് ചോദിച്ചു, ചേച്ചി അച്ഛൻ ഓക്കെയാണ്? ഞാൻ അച്ഛനോട് ചോദിക്കുന്നത്, അച്ഛൻ ഓക്കെയാണോ? അപ്പൊ അച്ഛൻ സംസാരിക്കുന്നുണ്ട്, എനിക്കൊന്നും തിരിയുന്നില്ല. ഇങ്ങനെ ചെരിഞ്ഞ് ഡൈനിങ് ടേബിളിൽ ഇരിക്കും. അപ്പൊ ഞാൻ ഒരു കൈ കൊണ്ട് താങ്ങിയെ പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വീഴും. ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, മോളെ 911 വിളിക്കുക. നമുക്കറിയാവുന്ന ഫസ്റ്റ് ആരാ? ആംബുലൻസ് വിളിക്കുക. ഈ മോള് പറഞ്ഞു ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞു. ഈ കുഞ്ഞ് ഇങ്ങോട്ട് മാറുന്ന കണ്ടു. എന്റെ അടുത്തുനിന്ന് അവള് മാറി. എനിക്ക് പെട്ടെന്ന് എന്ത് വിഷയം വന്നാലും ഞാൻ ആദ്യം വിളിക്കുന്ന എന്റെ മമ്മിയെ. മമ്മി പ്രാർത്ഥിക്കുന്ന മമ്മി ആയതുകൊണ്ട്, മമ്മി രോഗശാന്തിയിൽ വിശ്വസിക്കുന്നതാണ്, എനിക്കറിയാവുന്ന മമ്മിയെ വിളിക്കാം. ഞാൻ എന്റെ വാട്സപ്പ് എടുത്തു, മമ്മിയുടെ നമ്പർ എടുത്ത് 6 വട്ടം ഡയൽ ചെയ്തു. 6 വട്ടം. ഈ 6 വട്ടം ഡയൽ ചെയ്യുമ്പോഴും കോള് പോയിട്ട് എൻഡ് ആവും. കോള് പോയിട്ട് നോ ആൻസർ, നോ ആൻസർ, നോ ആൻസർ. 6 വട്ടം. ഞാൻ എന്റെ ഫോൺ നോക്കുമ്പോൾ പിന്നെ നെറ്റ്വർക്ക് ഇല്ല. നോർക്കണം, എന്റെ വീട്ടിൽ വൈഫൈ ഉണ്ട്, എനിക്ക് ഡേറ്റ ഉള്ളതാ, ഫുൾ നെറ്റ്വർക്ക് ഉള്ള എന്റെ ഫോൺ എഴുതി വെച്ചിരിക്കുക നോ നെറ്റ്വർക്ക് കണക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? നോ നെറ്റ്വർക്ക് കണക്ഷൻ. എനിക്ക് മമ്മിയെ വിളിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു, ഈ മോളോട് പറഞ്ഞു, മോളെ നീ 911 വിളിച്ചോ? ചേച്ചി 911 ഡയൽ ചെയ്യുന്നുണ്ട്, കോള് പോകുന്നില്ല. അത് ഡയലിങ്ങിന് കാണിക്കുന്നുണ്ട്, ആരും അപ്പുറം എടുക്കുന്നില്ല, സൈലൻസാ. പിന്നെ ഇവള് ഫോൺ കട്ട് ചെയ്ത് വീണ്ടും 911 ഡയൽ ചെയ്ത്, ഡയലിങ് അങ്ങനെയുണ്ട്, പോകുന്നില്ല കോള്. എനിക്കിത് കേട്ടപ്പം ഞാൻ പറഞ്ഞു 911 കിട്ടുന്നില്ല. എനിക്കെന്നാ ഈ കൊച്ചിനെ ഒന്ന് അപ്പുറത്തെ നെയ്ബറിന്റെ അടുക്കലൊക്കെ വിടണമെന്നുണ്ട്. എന്നാൽ ഇവളെ നെയ്ബേഴ്സിന് അറിയാത്തതുകൊണ്ട് ഒരിക്കലും ഡോർ ഓപ്പൺ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. എന്റെ കുഞ്ഞിനെ വിടണമെന്നുണ്ട്. എന്നാൽ ഈ കുഞ്ഞല്ലേ, അവള് രാത്രിയിൽ എങ്ങനെ പോകും? അവള് ഡാഡിയുടെ ഈ അവസ്ഥ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് എങ്ങോട്ടും പോകാനും പറ്റുന്നില്ല, അച്ചാച്ചനെ ഇട്ടിട്ട് പോകാനും പറ്റുന്നില്ല, എന്തോ ചെയ്യണോന്ന് അറിയത്തില്ല. എനിക്ക് ഈ ഫോൺ കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോ ഈ മോള് പറയാം, ചേച്ചി എന്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് എന്റെ അമ്മയെ ഒന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ചർച്ച വിളിക്കണമെന്നുണ്ട്, ആരുടെ ഫോൺ വർക്ക് ആവുന്നില്ല. ഞാൻ ഉടനെ പറഞ്ഞു എന്റെ ഹസ്ബൻഡിന്റെ ഫോൺ എടുക്കാം.
ഹസ്ബൻഡിന്റെ ഫോൺ എടുത്ത് ഡയൽ ചെയ്യാൻ എനിക്കിപ്പോ ഫ്രണ്ടിൽ എഴുതിയേക്കാം നോ നെറ്റ്വർക്ക് കണക്ഷൻ. അപ്പൊ എനിക്ക് മനസ്സിലായി എല്ലാ നെറ്റ്വർക്കും സ്റ്റോപ്പ് ആ ഫോണിൽ. ഇതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആ ദൈവമക്കളെ. ഞാൻ പലപ്പോഴും പറഞ്ഞു വിടുകയും എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞാൽ ഇത് ആരെങ്കിലും മനസ്സിലാക്കുമെന്ന് എനിക്ക്, പക്ഷെ ദൃക്സാക്ഷിയുണ്ട്. വിറ്റ്നസ് ഇസ് വിത്ത് മീ, റൈറ്റ്? ഒരു വിറ്റ്നസ് ഉണ്ട് എനിക്ക്. ആ മോടെ ഫോണിൽ നമ്മൾ കീപ്പ് ഓൺ 911 ഡയലിംഗ് എന്ന് കാണിക്കും, ഒന്നും കേൾക്കത്തില്ല. അവള് വോളിയം കൂട്ടി നോക്കുന്നു, സ്പീക്കറിലിട്ട് നോക്കും, ഒന്നുമില്ല. കട്ട് ചെയ്യും, വീണ്ടും വിളിക്കും. ഫോൺ ഓഫ് ആക്കിയിട്ട് വീണ്ടും അവളുടെ പേരൻസിനെ വിളിച്ചു, ആരെയും കിട്ടുന്നില്ല. പെട്ടെന്ന് ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഫോൺ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നില്ല. എന്റെ ഹസ്ബൻഡ് പറയാ, എന്നെ ഇങ്ങനെ കാണിക്കുക, നോ 911 യു പ്രേ ഫോർ മീ. മനസ്സിലാവുന്നുണ്ടോ? 911 വേണ്ട, നീ പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ ദൈവമക്കളെ, അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ ഞാൻ നിങ്ങളോടൊന്ന് പറയാം. എനിക്ക് എന്തോ പ്രാർത്ഥിക്കണോന്ന് അറിയത്തില്ല. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, എന്തോ അക്സ സിസ്റ്ററെ, ഹസ്ബൻഡ് വയ്യായിരിക്കുമ്പോൾ വിടുതലിന് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കേണ്ടത്? യെസ്. പക്ഷെ ആ സമയത്തെ എന്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ബ്ലാങ്കാ. എന്റെ കണ്ണും മനസ്സും എല്ലാം ബ്ലാങ്ക് ആയിപ്പോയി. വെപ്രാളം കയറുന്നുണ്ട്, ഭയം വരുന്നുണ്ട്. എന്റെ അച്ചാച്ചൻ എന്തെങ്കിലും സംഭവിച്ചാൽ ദൈവമേ എനിക്ക് ആരുണ്ട് എന്നുള്ള ചിന്ത, കുഞ്ഞുങ്ങൾക്ക് ആരുണ്ടെന്നുള്ള ചിന്ത, 4ഉം 2ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങള്, എന്ത് ചെയ്യണോന്ന് ഭാവി ഓർത്തുള്ള ഇതെല്ലാം ഈ നിമിഷങ്ങൾക്കുള്ളിൽ എന്റെ ഹൃദയത്തിലേക്ക് ഭയം കൊണ്ടിടാൻ തുടങ്ങി പിശാച്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിന്റെ കൂടെ 911 കിട്ടുന്നില്ല. എനിക്കറിയാം വിത്തിൻ 8 മിനിറ്റ്സിനുള്ളിൽ ഒരു സ്ട്രോക്ക് വന്ന പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചാലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം ചിന്തകൾ മാനുഷികമായത് വരുമ്പോൾ എന്റെ ഹസ്ബൻഡ് പറയും, നോ 911 യു പ്രേ ഫോർ മീ എന്ന്. പ്രാർത്ഥിക്കണമെന്നുണ്ട്. എന്നാൽ ഞാൻ തുടങ്ങാൻ വരുമോ? പ്രാർത്ഥിക്കണമെന്നുണ്ട്. അപ്പൊ ഞാൻ ഈ മോളോട് പറഞ്ഞു, ബാ മോളെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ വരുമ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, ഈ രാത്രി ഞാൻ ആരെയാ വിളിക്കേണ്ടത്? ഞാൻ ആരെ വിളിക്കും? ഒരു ഫോണും വർക്ക് ചെയ്യുന്നില്ല. കർത്താവെ, ഞാൻ ആരെ വിളിക്കണോന്ന് കൈ ഇങ്ങനെ ഉയർത്തി അച്ചാച്ചനെ താങ്ങിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിക്കുകയും പെട്ടെന്ന് ഒരു ദൈവ ശബ്ദം ഞാൻ എന്റെ കാതി കേൾക്കാം, കോൾ അപ്പോൺ മീ ഐ വിൽ ആൻസർ യു. നീ എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരമരുളാം. മനസ്സിലായി ഞാൻ ഈ പറയുന്നത്? ഞാൻ പലരെ ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, പ്ലാൻ എ പ്ലാൻ ബി എന്ന്. ആംബുലൻസ് ട്രൈ ചെയ്യുന്നു, അമ്മയെ അപ്പനെ ട്രൈ ചെയ്യുന്നു, നമുക്കുള്ള മാനുഷികമായതെല്ലാം ട്രൈ ചെയ്ത് ഫെയിൽ ആയപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും, ഇനി ഞാൻ ആരെ വിളിക്കണ്ടേ? ഇപ്പൊ കർത്താവ് പറയാ, മോളെ എന്നെ വിളിക്ക്. ഐ ആം ദ വൺ. എനിക്കേ ചെയ്യാൻ പറ്റൂ നിന്റെ ജീവിതത്തിൽ ചിലത്. വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ലാത്തത് എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നീ അതാണ് മിസ് ചെയ്തത്. എന്നോട് ദൈവ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെവിടെയോ എനിക്ക് അറിയാവുന്ന വാക്യമാണല്ലോ, പക്ഷെ ബാക്കി എനിക്ക് കിട്ടുന്നില്ല. ഇത് മാത്രമേ കിട്ടിയുള്ളൂ. കോൾ അപ്പോൺ മീ ഐ വിൽ ആൻസർ യു. എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരം വരലാം. ബാക്കി എനിക്ക് കിട്ടുന്നില്ല. ഇത് കേൾക്കുകയും എനിക്ക് മനസ്സിലായി. എന്റെ ഹസ്ബൻഡും അത് തന്നെ പറയുക, എന്തുവാ, നോ 911 യു പ്രേ ഫോർ മീ. ഇത് കേട്ട ഉടനെ എന്ത് പറ്റിയെന്ന് ഞാൻ പറയുക. ഇനിയാണ് കേൾക്കേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവർ മനസ്സിലാക്കേണ്ട അടുത്ത പദ്ധതി. ഈ വചനം അങ്ങോട്ട് കേൾക്കുകയും എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്. ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കണോ മലയാളത്തിൽ പ്രാർത്ഥിക്കണോ എന്നർത്ഥം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ട്രൈ ചെയ്ത് തുടങ്ങി. ഈ വചനം അങ്ങോട്ട് കേട്ടതല്ലേ, എന്റെ ശരീരത്തിലേക്ക് ഒരു ചൂടിറങ്ങി വരുന്നത് കൊണ്ട് ഞാൻ പോലും അറിയാതെ എന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതായത് അന്യഭാഷ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനല്ല സ്റ്റാർട്ട് ചെയ്തത്. ഈ അഭിഷേകം പ്രാപിച്ച മോളുണ്ട് കൂടെ. ഞങ്ങൾ 2 പേരും കൂടെ കരം അങ്ങോട്ട് കോർത്ത് പിടിച്ചിട്ട് ഇവളും അഭിഷേകത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞാനും അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കാണുന്നത് എന്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു വശം കോടിയിരിക്കുന്നു, ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന എന്റെ ഹസ്ബൻഡ്. കൈ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ കൈ ഇങ്ങനെ വരുന്നില്ല. ഈ കൈ മാത്രം അനക്കാൻ പറ്റുന്നുണ്ട്, ഈ കൈ അനങ്ങുന്നില്ല, തളർന്നുപോയി. ഇങ്ങനെ ഇരിക്കുന്ന കണ്ടീഷൻ. പിന്നെ ഞാൻ കണ്ണടച്ചാ പ്രാർത്ഥിക്കുന്നത്. അഭിഷേകം വന്നപ്പോൾ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും തുടങ്ങിയതും എനിക്ക് ഓർമ്മയുണ്ട്. തന്നെ ആത്മാവ് പ്രാർത്ഥന നിർത്തി. അതായത് ഞാൻ പറയുന്നത്, ബൈബിളിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിവില്ലാത്തപ്പോൾ, അല്ലേ, നമുക്ക് ഞരക്കം മാത്രം ഉള്ളപ്പോൾ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുന്നു. വചനം പറയുന്നു, ഈ ആത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ആത്മാവ് എന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് വേണ്ടി എന്റെ കർത്താവിനോട് മധ്യസ്ഥതയാണ്. എന്ത് പ്രാർത്ഥിക്കൂ എന്നാ പറയുന്നത്? ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതം പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിച്ചാൽ എന്ത് പ്രാർത്ഥിക്കും? എന്റെ ഇഷ്ടം ഞാൻ പ്രാർത്ഥിക്കും. എന്ത് പ്രാർത്ഥിക്കും? കർത്താവേ, ഫോണിൽ നെറ്റ്വർക്ക് വരണേ. പിന്നെ എന്ത് പ്രാർത്ഥിക്കും? ആംബുലൻസ് കറക്റ്റ് സമയത്ത് അയക്കണമേ.
എന്റെ ഹസ്ബൻഡിനെ വിടിവിക്കണം, ഇതൊക്കെ ആയിരിക്കും എന്റെ പ്രാർത്ഥന. എന്നാൽ ആത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് എന്ത് പ്രാർത്ഥിക്കും? ദൈവത്തിന്റെ ഹിതം നടക്കാൻ പ്രാർത്ഥിക്കും. മനസ്സിലാകുന്നുണ്ടോ? കാരണം അവരുടെ രണ്ടുപേരും അറിയാലോ, ആത്മാവും ദൈവവും ഒന്നാ. അവരുടെ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനാ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായോ? ഇത് ആത്മാവ് തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന തന്നെ സ്റ്റോപ്പായി. ഞാൻ ആമയെ പറഞ്ഞ് നോക്കുമ്പോ എന്റെ കൈയുടെ ഭാരം കുറഞ്ഞ് ഞാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കൈയുടെ ഭാരം കുറഞ്ഞ് എന്റെ കൈയുടെ. കാരണം എന്റെ കയ്യിലോട്ട് ഇങ്ങനെ ചാരിയാ ഹസ്ബൻഡ് കിടക്കുന്നത്. ഭാരം കുറഞ്ഞത് എനിക്ക് ഈ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തെങ്കിൽ ഞാൻ കണ്ണു തുറന്നത്, കാരണം ആത്മാവിന്റെ ശക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് നോക്കിപ്പോ എന്റെ ഹസ്ബൻഡ് നേരെ ഇരിക്കുന്നു, കോടിയ മുഖം നേരെ ഇരിക്കുന്നു, ഡ്രൂളിങ് സ്റ്റോപ്പായി നേരെ ഇരിക്കുന്നു. ഞാൻ ഷോക്കായി പോയി. ഞാൻ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചിരുന്നല്ലേ, പെട്ടെന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. എന്റെ കൂടെ നിന്ന കുഞ്ഞ്, ഞാൻ പറഞ്ഞില്ല, അവള് ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിനോട് വന്നതാ, കർത്താവിനെ അറിഞ്ഞു വന്നതാ. അവിടെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം എന്താ? അഭിഷേകം പ്രാപിച്ച് ആദ്യം കാണുന്ന എന്നാ? മിറക്കിൾ. മനസ്സിലാകുന്നുണ്ടോ? അവൾ ഇങ്ങനെ നോക്കിട്ട് പറയാ, ചേച്ചി ഇതാണ് അച്ചാച്ച സംസാരിക്കുന്നു. ഞാൻ അച്ചാച്ച അറിയോ? ഓക്കെ. എന്റെ ഹസ്ബൻഡ് സംസാരിക്കാൻ തുടങ്ങുവാ. ഹസ്ബൻഡ് സംസാരിക്കാൻ തുടങ്ങി. യെസ്, ഐ എം ഓക്കെ. കൈ ഇങ്ങനെ വെച്ചപ്പോ കൈ മൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അച്ചാച്ചൻ ഒന്ന് എഴുന്നേക്കാൻ നോക്കി. എഴുന്നേറ്റു. അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോയ എന്റെ ഹസ്ബൻഡ് തന്നെ നടന്ന് ബെഡ്റൂമിൽ ചെന്നു. മനസ്സിലായെന്നാണ് ഞാൻ പറയുന്നത്. ബെഡ്റൂമിൽ വന്നപ്പം എന്റെ ബെഡ്റൂമിന്റെ അവിടെ വന്ന് ഞങ്ങളെ ചെയർ ചെയ്തിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു, ഇപ്പൊ എന്താ അച്ഛനെ തോന്നുന്നത്? ഇപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്കൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ ഇവിടെ മറച്ചിരുന്ന പോലെ ഇല്ല, എനിക്കൊരു മാറ്റമുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 6-7 വർഷമായെങ്കിലും ഇന്ന് വരെ എൻ്റെ ഹസ്ബൻഡ് അത്ര ഉറക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നോക്കിയപ്പോ എൻ്റെ അച്ചാച്ചൻ അവിടെ നിന്ന് കൈ ഉയർത്തിട്ട് പറയുക, ഹല്ലേലൂയ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. ഈ വാക്യം അച്ചാച്ചൻ ഓർമ്മയുണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഹല്ലേലൂയ. ഞാൻ എന്തോ 3 ദിവസത്തിന് മുമ്പ് വെച്ച്, കർത്താവെ ഈ വർഷം തീരാറായി, ഈ വർഷം തീരുന്നതിന് ഇപ്പുറം അങ്ങ് പറഞ്ഞ വാക്തത്വം എന്ത് ചെയ്യും? നമ്മൾ ഒരുമിച്ച് കർത്താവിനെ വേല ചെയ്യുന്നുള്ളത്. മനസ്സിലായോ? എന്നാൽ കർത്താവിന്റെ സമയപ്പറ്റി ചെയ്ത് ഇനി അത്ഭുതം കേൾക്കേണ്ടത്. അച്ചാച്ചനെ വിടുതൽ കിട്ടി. നോക്കിയപ്പോ ഞങ്ങളുടെ 3 പേരുടെ ഫോണെ നെറ്റ്വർക്ക് വന്നു. മനസ്സിലായോ? നെറ്റ്വർക്ക് വന്നു. ഈ മോൾ ഉടനെ അവളുടെ പേരൻസിനെ വിളിച്ചു. അവര് വന്നു. അമ്മയും ബ്രദറും വന്നു. ഞാൻ എന്റെ ചർച്ചിലുള്ള ഒരു ചേച്ചിയെ വിളിച്ചു. അവര് വന്നു. അവര് വന്നിട്ട് പറഞ്ഞു, ഓക്കെയാണ്, എന്നാലും നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകാം. വിടുതൽ കിട്ടിയല്ലോ, പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് എന്താ? ഞാൻ പറഞ്ഞൊക്കെ പോയേക്കാം. പോകുമ്പോഴും എന്റെ വിചാരം എന്താ? കർത്താവ് വിടുവിച്ചു. പക്ഷെ ഞാൻ സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലായി നിങ്ങൾക്ക്? ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് പറയാ, മുഖം കോടിപ്പോയി, ഡ്രൂളിങ് ഉണ്ടായിരുന്നു, കൈ തളർന്നു പോയി, വേറൊരു വീക്ക്നെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ചിലരാണെങ്കിൽ പോലും, നമ്മുടെ സമൂഹമല്ലേ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു സമൂഹമാണ്. ഉടനെ കുറ്റം എന്ത് പറയുന്നറിയാം? അത് സ്ട്രോക്ക് ഒന്നും ആയിരിക്കില്ലെന്നേ, അത് ചിലപ്പോ ചുമ്മാ തോന്നിയതായിരിക്കും, സിസ്റ്ററിന് ചുമ്മാ തോന്നിയതായിരിക്കും എന്ന് പറയും. എന്നോട് കർത്താവ് പറഞ്ഞു കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അച്ചാച്ചൻ ജോലി ചെയ്ത് വരുന്ന ഹോസ്പിറ്റലിൽ അവിടെ ചെന്നു, കയറ്റി ഇരുത്തി. അവർ ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു, എന്നോട് അവിടുത്തെ എമർജൻസിയിലെ ഡോക്ടർ ചോദിക്കാം, ആർ യു ഷുവർ ഇറ്റ് വാസ് സ്ട്രോക്ക്? ഞാൻ പറഞ്ഞു, യെസ്, ഐ എം ഷുവർ. അപ്പൊ എന്നോട് സിംറ്റംസ് ഒക്കെ പറയാൻ പറഞ്ഞു. ഞാൻ എല്ലാം പറഞ്ഞു. ഞാൻ പറയാൻ തുടങ്ങിയപ്പം ഇങ്ങനെ ഡോക്ടറോട് സംസാരിച്ചു. ഞാൻ നോക്കിയപ്പോൾ നേഴ്സ് ഇതെടുക്കുമ്പോൾ എന്റെ ഹസ്ബൻഡ് ക്ലിയർ ആയിട്ട് നേഴ്സിനോട് എല്ലാം പറഞ്ഞു കൊടുക്കും. അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു എമർജൻസിയോട്, എല്ലാം പറയുക. അപ്പൊ ഡോക്ടർ എന്താ പറയാ, നീ പറഞ്ഞതൊക്കെ വെച്ച് സ്ട്രോക്കാ, പക്ഷെ സിംറ്റം ഇപ്പൊ ഇരിക്കുന്ന കണ്ടിട്ട് ഒരു സ്ട്രോക്ക് വന്നായിട്ടൊന്നും തോന്നില്ലെന്ന്. മനസ്സിലായോ? അപ്പൊ അവര് വെള്ളം കൊടുത്തപ്പോ വെള്ളം കുടിക്കുന്നുണ്ട്. ഒരു കുക്കി കൊടുത്തു, അത് കഴിക്കുന്നുണ്ട്. അപ്പൊ അവര് നോക്കുമല്ലോ വല്ലയിടത്തും തളർന്നു പോയിട്ടുണ്ടോ എന്ന് അറിയാൻ അവരിതെല്ലാം ചെക്ക് ചെയ്യും. ആദ്യം അവരെന്ത് ചെയ്യുന്നറിയാം? അവര് CT സ്കാൻ എടുത്തു. CT സ്കാൻ എടുത്തിട്ട് ഡോക്ടറിനോട് പറഞ്ഞു, CT സ്കാനിൽ എല്ലാം നോർമലാ, ദർ ഇസ് നോ പ്രോബ്ലം. അപ്പൊ ഞാൻ ഓർത്തു, കർത്താവേ സ്തോത്രം, നമുക്കിത് വിടുതൽ തന്നെ നമുക്ക് കേൾക്കാൻ ഇഷ്ടമല്ലല്ലോ സ്ട്രോക്ക് വന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവ് നന്ദി, ഒപ്പാ നന്ദി. CT സ്കാൻ എല്ലാം നോർമലാന്ന് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം. ഇപ്പൊ ഡോക്ടർ ബ്ലഡ് ചെക്ക് എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഷുഗർ നോർമൽ, കൊളസ്ട്രോൾ നോർമൽ, എവറി റിപ്പോർട്ട്സ് ആർ നോർമൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഡൗട്ട്, നീ പറഞ്ഞത് സ്ട്രോക്ക് ആണോ? കാരണം സ്ട്രോക്ക് വരണമെങ്കിൽ ഒന്നെങ്കിൽ കൊളസ്ട്രോൾ ഹൈ ആയിരിക്കണം, അല്ലെങ്കിൽ ഷുഗറോ ബ്ലഡ് പ്രഷറോ ഹൈ ആയിരിക്കും. നിന്റെ ഹസ്ബൻഡ് എല്ലാം നോർമലാണ്. എല്ലാം നോർമലായ ഒരാൾ 40 years old, അങ്ങനെ സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് ഇല്ല. ചിലപ്പോൾ നിനക്ക് തോന്നിയതായിരിക്കും. മനസ്സിലായോ? തോന്നല്. ഞാൻ പറഞ്ഞു, നല്ലത് തോന്നിയാൽ മതി ദൈവമേ, അത് റിയാലിറ്റി ആവല്ലേ, സ്ട്രോക്ക് ഒന്നും ആവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എന്നാലും ഡോക്ടർ പറഞ്ഞു, എന്നാലും നമുക്കൊരു MRI ചെയ്ത് നോക്കണം, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നാളെ വരെ നിങ്ങൾ ഇവിടെ നിൽക്കണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, നിൽക്കാം. ദൈവമക്കളെ, ഞങ്ങള് പിറ്റേ ദിവസം വരെ അവിടെ നിന്നു. പിറ്റേ ദിവസം രാവിലെ MRI സ്കാനിങ്ങിന് എന്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോയി. ഞങ്ങൾ ഇത് രാത്രി 11:30 ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. MRI സ്കാൻ ചെയ്തു. MRI സ്കാനിങ്ങില് റിപ്പോർട്ട് വന്നപ്പോൾ എന്റെ ഹസ്ബൻഡിന് സ്ട്രോക്കാ. അതായത്
ഡോക്ടർ എന്റെ റൂമിലേക്ക്, ഞങ്ങളുടെ റൂമിലേക്ക് വരുന്നു. എന്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിരുത്തിട്ട് പറഞ്ഞ വാക്കിത, എനിക്കറിയാം ഇത് കേൾക്കാൻ പ്രയാസം ഉണ്ടെന്ന്, എന്നാലും പറയുക, നിന്റെ ഹസ്ബൻഡിന് മൈനർ സ്ട്രോക്ക് ഉണ്ടായി. എവിടാന്നറിയോ? റൈറ്റ് സൈഡ് ഓഫ് യുവർ ബ്രെയിൻ. റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിൽ ഒരു മൈനർ സ്ട്രോക്ക് വന്നു. ഇനിയാ കേൾക്കേണ്ടത്. ബട്ട് ഹി ഈസ് സോ ലക്കി. ലക്കല്ല ദൈവമക്കളെ, കൃപയ. ഡോക്ടർമാർക്ക് ലക്ക് എന്ന് പറഞ്ഞ് നിർത്താം അല്ലേ? ഹി ഈസ് സോ ലക്കി ബിക്കോസ് ഈ അവന് വന്ന സ്ട്രോക്ക് വന്ന സ്ഥലം, യുനോ, ആ ഒരു സ്ഥലത്ത് ആ ക്ലോട്ട് വന്ന് റപ്ചർ ആവോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അവന്റെ ഇടത്തെ കൈയുടെയും ഇടത്തെ കാലിന്റെയും എല്ലാം ചലനശേഷി നഷ്ടപ്പെട്ടു പോയത്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ അടുത്ത്, ഞങ്ങൾക്ക് പക്ഷേ അത്ഭുതമായിട്ട് തോന്നുന്നത്, ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു ക്ലോട്ട് കാണാൻ പറ്റുന്നില്ല. മനസ്സിലായോ ഞാൻ പറയുന്നേ? സ്ട്രോക്ക് വരുന്ന പേഷ്യൻസിന് അവിടെ ഒരു ക്ലോട്ട് കാണും, എന്നാൽ ആ ക്ലോട്ട് എവിടെയെന്ന് ഞങ്ങൾക്ക് കാണാം. ബട്ട് വി ക്യാൻ സീ സ്ട്രോക്ക് വന്നതായിട്ട് MRI കാണിക്കുന്നുണ്ട്, പക്ഷെ ആ ക്ലോട്ട് എവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. എവിടെ പോയി ദൈവമക്കളെ? നിനക്കറിയാത്തത്, മഹത്വമായത്, അഗോചരമായത് പ്രവർത്തിക്കുന്ന ദൈവം പറയുക, എനിക്കറിയാതെ എവിടെ പോയെന്ന്. ഇത് വെറും ഒരു ടെസ്റ്റ് അല്ലായിരുന്നു, ഞങ്ങളുടെ ഒരു ടെസ്റ്റ് മണി പുറത്തു വരേണ്ടതിന്. എന്റെ ഹസ്ബൻഡ് എന്താ പറഞ്ഞത്? എനിക്ക് ടെസ്റ്റ് മണി ഇല്ല, നിനക്ക് മാത്രമേ ടെസ്റ്റ് മണി ഉള്ളൂ. അപ്പൊ കർത്താവ് പറഞ്ഞു, എന്നാ ഒരു ഫ്രീ ആയിട്ട് ഒരു ടെസ്റ്റ് മണി തന്നേക്കാം. പറഞ്ഞു, ഇതൊരു തുടക്കമായിക്കോട്ടെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? കർത്താവിനെ സാക്ഷീകരിക്കണോ? നിങ്ങളുടെ സാക്ഷ്യം പറയണം, വെല്ലോരുടെ സാക്ഷ്യം പറഞ്ഞിട്ട് കാര്യം. ഇന്ന് പലരും സാക്ഷീകരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ലാസറിന്റെ കാര്യവും അബ്രഹാമിന്റെ കാര്യവും ശിമോൻ പത്രോസിന് മീൻ കൊടുത്ത കാര്യം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കുണ്ടോ ടെസ്റ്റ് മണി? ഡു യു ഹാവ് എ ടെസ്റ്റ് മണി? ഒരാളോട് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടെസ്റ്റ് മണി ഉണ്ടോ? അതാ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് എന്ത് ചെയ്യണമെന്നറിയോ? കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. മഹത്വമായതും അഗോചരമായതും ചിലത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതൊരു ടെസ്റ്റ് മണിയാ ദൈവമക്കളെ. ഹല്ലേലൂയ. അങ്ങനെ എന്റെ ഹസ്ബൻഡ് MRI റിപ്പോർട്ട് വന്നപ്പോൾ ഇതൊക്കെയാന്ന് അറിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ പറയാം. കാരണം 24 മണിക്കൂർ പോലും ഹോസ്പിറ്റലിൽ കടന്നില്ല കേട്ടോ, വെറും 12 മണിക്കൂർ. അതിനുള്ളിൽ ഞങ്ങൾ വീട്ടിൽ വന്നു. മെഡിസിൻ പോലും എന്റെ ഹസ്ബൻഡ് കൊടുത്തില്ലെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാലോ, ഒരു സ്ട്രോക്ക് വന്ന ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം ചെയ്യുന്ന എന്താ? TPA അറിയുന്ന നഴ്സസ് ഒക്കെ അറിയാം, അവർ മെഡിസിൻ കൊടുക്കും. എന്റെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞൊരു വാക്ക് എനിക്ക് ചിന്തിച്ചു. ലക്കിലി ഞങ്ങൾ ആ മെഡിസിൻ എന്റെ ഹസ്ബൻഡ് കൊടുത്തില്ല. കാരണം കൊടുത്തു പോയിരുന്നെങ്കിൽ ക്ലോട്ട് ഇല്ല, ബ്ലീഡിങ് ഉണ്ടായേനെ, ഇന്റേണൽ ബ്ലീഡിങ്. ലക്കിലി ഒന്നും കൊടുത്തില്ല ദൈവമക്കളെ. ഒരു മെഡിസിൻ ആ ശരീരത്ത് കയറാൻ ദൈവം അനുവദിച്ചില്ല. തിരിച്ചു ഞങ്ങൾ വീട്ടിൽ വന്നു. ദൈവം വിടുവിച്ച വിടുതലുകൾ ഞാൻ പറയാൻ തുടങ്ങി. അപ്പൊ ചിലർ എന്നെ വിളിച്ചിട്ട് പറയാ, നമ്മുടെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പറയാം, സിസ്റ്റർ ദൈവം വിടുവിച്ചു, വളരെ സന്തോഷം, എന്നാലും ഒരു ന്യൂറോളജിസ്റ്റിനെ കാണണം കേട്ടോ. പ്ലാൻ ബി, ഞാൻ പറഞ്ഞില്ലേ, പ്ലാൻ ബി പറഞ്ഞിരുന്ന കുറച്ച് പേരുണ്ട്, മനസ്സിലാവുന്നു. ദൈവം വിടുവിച്ചതൊക്കെ സത്യമാണ്, പക്ഷെ എന്നാലും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എവിടെ കൊണ്ടുപോകണം? ഒരു ന്യൂറോയെ കാണിക്കണം കേട്ടോ. കാരണം ഒന്ന് സ്ട്രോക്ക് വന്നാൽ പിന്നെയും വരാൻ ചാൻസസ് ഉണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും യേശു വിടുവിച്ചിട്ട് പിന്നെ അവർക്ക് അത് വന്നായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവ് ഒരിക്കൽ വിടുതൽ കൊടുത്ത് അത് എന്നേക്കും വിടുതലായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ ഇനിയും വരണം എന്ന് ദൈവം നിർണയിച്ചിട്ടുണ്ട്, അതിന് അടുത്ത മഹത്വം ഉണ്ടെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാൽ അത് ദൈവമഹത്വത്തിന് വേണ്ടി എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ലാസറെ നീ മരിച്ചോ? മരിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? ഓ, കർത്താവിന്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി ഒന്ന് മരിച്ചതാ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ആയിരിക്കും ലാസറെ ടെസ്റ്റിമണി പറയുന്നത്. ഇന്ന് ഈ വാസപ്രാർത്ഥന ലാസറെ ടെസ്റ്റിമണി പറയുന്നത്, ലാസർ പറയുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? ദൈവമക്കളെ, ഞാൻ മരിച്ചുപോയി, അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നല്ല. എന്റെ വീട്ടിലാകെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ആണായിട്ട്, എന്റെ പെങ്ങന്മാരെല്ലാം അനാഥര, അങ്ങനെ അല്ല ലാസർ ടെസ്റ്റിമണി പറയുന്നത്. എന്റെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഞാനൊന്ന് മരിച്ചു, എന്റെ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞാൻ ഉയർത്തെഴുന്നേറ്റു, എന്നെ കർത്താവ് ഉയർപ്പിച്ചു. ഇതാണ് എന്നെ കർത്താവ് ഉയർപ്പിച്ചു. എന്തിന്? കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി. ചിലരുടെ വിശ്വാസം ഉറപ്പിക്കേണ്ടത് ഇതാണ് ഞാൻ പറയുന്നത്. എന്റെ ഹസ്ബൻഡ് ജീവിതത്തിൽ സ്ട്രോക്ക് വന്ന് എന്തിനെന്ന് എന്നോട് പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, എന്റെ കർത്താവിന്റെ നാമം മഹത്വപ്പെടാൻ. ഇനിയാണ് ഞാൻ പറയുന്നത് കർത്താവ് പറഞ്ഞ വാക്തത്വം. ഇത് വ്യാഴാഴ്ച ഞങ്ങൾ വീട്ടിൽ വരുന്നു. വെള്ളിയാഴ്ച എന്റെ അച്ചാച്ചൻ എന്റെ കൂടെ ഞങ്ങളുടെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഒരു വീട്ടിലെ പ്രാർത്ഥനയിൽ വരുന്നു. ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ വന്നപ്പോൾ ഞങ്ങളുടെ യൂത്ത് പാസ്റ്റർ വന്ന് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, പീറ്റർ, യു ഹാവ് ടു ഷെയർ യുവർ ടെസ്റ്റിമണി, നിന്റെ ടെസ്റ്റിമണി ഷെയർ ചെയ്യണം. ഞാനിതൊക്കെ മറന്നുപോയി പെട്ടെന്ന്. അപ്പൊ ഇതൊന്നും ഓർക്കുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ എന്റെ അച്ഛൻ സ്റ്റേജിൽ പോയി നിൽക്കുന്നു. ആദ്യമായിട്ട് ഞാൻ കാണും എന്റെ ഹസ്ബൻഡ് സ്റ്റേജിൽ നിൽക്കുന്നു. ഫസ്റ്റ് ടൈം സ്റ്റേജിൽ നിൽക്കുന്നു. അവിടെ നിന്ന് പോടിത്തിന്റെ അവിടെ നിന്ന് കൈ ഉയർത്തി പിടിച്ച് പാട്ടൊക്കെ പാടി എന്റെ അച്ഛന്റെ ടെസ്റ്റിമണി ഷെയർ ചെയ്യും. ഞാൻ ആദ്യമായിട്ട് എന്റെ ഹസ്ബൻഡ് വാ തുറന്ന് ടെസ്റ്റിമണി പറയുന്നത് കേൾക്കുന്നത്. 1-2 വാക്യത്തിൽ അണ്ടർ ദി ഓത്ത് ഗോഡ് വാസ് സോ ഫെയ്ത്ത്ഫുൾ ടു മീ, പ്ലീസ് എവരിവൺ പ്രേ ഫോർ അസ് എന്ന് പറഞ്ഞിരിക്കുന്ന എന്റെ ഹസ്ബൻഡ് ആദ്യമായിട്ട് അത്രയും നേരം ഒരു 20 മിനിറ്റ്സ് ടെസ്റ്റിമണി പറയുമ്പോൾ ഞാൻ ഇങ്ങനെ
അതിശയത്തോടെ നോക്കിയിരിക്കുക. ആ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്കൊരു ചിന്ത കൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്തി. നിനക്ക് ഓർമ്മയുണ്ടോ ഈ സ്ട്രോക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞൊരു വാർത്തത്തെ ഓർമ്മയുണ്ടോ? അവനെ ഞാൻ 100 പേര് അടങ്ങുന്ന ഒരു സ്ഥലത്ത് അവനെ ഞാൻ നിർത്തും, സ്റ്റേജിൽ നിർത്തുമെന്ന്. ഞാൻ അപ്പോൾ ഓർത്തു, ഞങ്ങളുടെ ചർച്ചിൽ അന്ന് ഏകദേശം 130 പേരുണ്ടായിരുന്നു. മനസ്സിലായോ? ആ കൊച്ച് സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ആ മോളിൽ കൂടെ പറഞ്ഞെന്താ? നിന്നെ ഞാൻ നിർത്താൻ പോവാന്ന് അനേകരുടെ നടുവിൽ. നമുക്കെല്ലാം ഇഷ്ടം അനേകരുടെ നടുവിൽ നിൽക്കാൻ. അനേകരുടെ നടുവിൽ നിൽക്കണമെങ്കിൽ ലാസറിന് പന്തിയിലിരിക്കാൻ ഇഷ്ടമാ. പക്ഷെ ലാസറിന് നിനക്ക് എന്റെ കർത്താവിന്റെ ഒപ്പം പന്തിയിലിരിക്കണോ? എന്ത് ചെയ്യണം? ചിലത് നടക്കണം നിന്റെ ജീവിതത്തിൽ, മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. എങ്ങനത്തെ ഉത്തരവാ ദൈവമക്കളെ? മഹത്തായത്, ഇപ്പൊ എന്നോട് നിങ്ങൾ ചോദിക്കുക, സിസ്റ്റർ, ഈ മഹത്തായതും അഗോചരമായതും നടക്കുമ്പോൾ അത് നടക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോ പറഞ്ഞില്ലേ, കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ മതി. പ്ലാൻ ബി വേണ്ട, പ്ലാൻ എ, ഒരൊറ്റ പ്ലാൻ. എന്നാൽ അതുപോലെ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ് ദൈവവചനം പറയുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി അഗോചരമായത് ചിലത് ചെയ്യിക്കാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? തുടങ്ങാൻ പോവാ, ചില പ്രവൃത്തി തുടങ്ങാൻ പോവാ. അതീന്ന് ഞാൻ പിന്നീട് കണ്ട ഒരു കാര്യം, എന്റെ ഹസ്ബൻഡ് ഓറിയന്റേഷൻ കഴിഞ്ഞു. പിന്നെ ഈ സ്ട്രോക്ക് വന്നിട്ട് ഒരാഴ്ച അച്ഛന് ഓഫ് കിട്ടി. ഒരാഴ്ച കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡ് ആദ്യമായിട്ട് ജോലിക്ക് ഹോം ഹെൽത്തിന്റെ പോവാ, ഓറിയന്റേഷൻ കഴിഞ്ഞു. തിരിച്ചു വന്നിട്ട് എന്നെ വിളിച്ച് ഓടി സന്തോഷത്തോടെ പറയാം, അച്ഛൻ നീ വിശ്വസിക്കത്തില്ല, ഇന്ന് എനിക്ക് കിട്ടിയ പേഷ്യൻസ് മൊത്തം സ്ട്രോക്ക് വന്ന പേഷ്യൻസാണ്. അതും വീട്ടിലാ കേട്ടോ, വീടുകളല്ലേ പോകുന്നത്. ഹോസ്പിറ്റലിലെ പോലെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഞാൻ ചോദിച്ചു, എന്തോ ചെയ്തു? ഞാൻ അവരോടൊക്കെ എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്തത് ഞാൻ പറഞ്ഞു വെരി ഗുഡ്. ആരോടും 2 വാക്കിൽ കൂടുതൽ സംസാരിക്കാത്ത എന്റെ ഭർത്താവ് ദൈവം അത്ഭുതം കൊടുത്തപ്പോ, ജീവിതം തിരിച്ചു കൊടുത്തപ്പം ആ വാക്യം കറക്റ്റ് അല്ലേ? ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോട് ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ വാക്തത്വം 2023 തുടക്കത്തിൽ എന്താ കൊടുത്തത്? എപ്പോഴാ കൊടുത്തത്? ആണ്ടിന്റെ തുടക്കത്തിൽ കൊടുത്തിട്ട് കർത്താവ് പറയാം, നീ മരിക്കത്തില്ല. അതിന്റെ അർത്ഥം എന്നാ? സ്ട്രോക്ക് അല്ല, ഇനി എന്ത് വലുത് വന്നാലും നീ മരിക്കത്തില്ല, നീ ജീവനോടെ തിരിച്ചു വരും. എന്നാൽ വന്നിട്ട് വെറുതെ ഇരിക്കാനല്ല വിടുതൽ തന്നത്, പകരം എന്ത് ചെയ്യണം? നീ അത് പറയണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയാൻ എന്നോട് പറയുന്നു, അനേക വിടുതൽ പ്രാപിച്ചവരെ ഇവിടെ ഇരിക്കുന്നത്. ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇത് എത്ര പേരോട് പറയുന്നുണ്ട്? ഇങ്ങനെ ഒരു സൂം പ്ലാറ്റ്ഫോം കിട്ടിയാലേ പറയത്തുള്ളൂ? അതോ കിട്ടുന്ന അവസരങ്ങളെല്ലാം പറയുമോ? നിങ്ങൾ പുറത്തോട്ട് നടക്കാൻ പോയി, ഒരു നെയ്ബറിനെ കണ്ടു. നെയ്ബർ പറയാ, എനിക്ക് അസ്വസ്ഥതയാ, എനിക്ക് ചില രോഗമൊക്കെ ഉണ്ട്, അല്ലെ, ഐ എം നോട്ട് ഡൂയിങ് ഗുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ ഇറ്റ്സ് ഓക്കെ, സാരമില്ല, ഡോക്ടറെ കണ്ടാൽ മതി, ഇന്ന് ഡോക്ടറെ കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. അയ്യോ, അത് വിഷമിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. നിങ്ങൾ വിശ്വസിക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, പക്ഷെ ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്. നിങ്ങളുടെ ഒരു അനുഭവം ഒക്കെ പറയുമ്പോൾ ഞാൻ പറയാം, അവർ കർത്താവിനെ അറിയുന്ന അങ്ങനെ. അതല്ലേ ശിഷ്യന്മാർ ചെയ്ത്. നമുക്ക് എങ്ങനെ ഈ മത്തായി, മർക്കോസും, ലൂക്കോസും, യോഹന്നാനൊക്കെ കിട്ടിയത്? അവർ പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, പിന്നെ ഞങ്ങൾ തൊട്ടറിഞ്ഞതും ഒക്കെ നിങ്ങളോട് സാക്ഷീകരിക്കുന്നത്. ഇത് അവരുടെ ടെസ്റ്റിമണീസാ. ഗോസ്പൽ എന്ന് അതിനെ വിളിച്ചാലും ആക്ച്വലി അതെന്താ? ടെസ്റ്റിമണികളാ, ഇല്ലേ? എത്ര ടെസ്റ്റിമണി അടങ്ങിയതാ ഈ ബൈബിള്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യം മൂടി വെക്കാനുള്ളതല്ല, അത് പറയാനുള്ളതാ. ചെറുതും വലുതും എല്ലാം പറയണം. അതുകൊണ്ടാണ് ഞാൻ വചന ശുശ്രൂഷയിൽ എപ്പോഴും എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വിടുതലുകൾ ഞാൻ പറഞ്ഞിട്ട് ആ വാക്യം പറയുന്നത്. മനസ്സിലായോ? ഈ വചനം ഞാൻ പെട്ടെന്ന് ഇനി നമുക്കുള്ള സമയത്തിനുള്ളിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ആ ദൂതിലേക്ക് ഞാൻ വരിക. വീണ്ടും ഇവിടെ പറയുന്നു, ഈ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം വരും. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞ ഓർമ്മയിട്ടില്ല, നിങ്ങളുടെ എല്ലാ വിഷയത്തിനും മറുപടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി നമ്മൾ ഓരോ വിഷയത്തിലേക്ക് ഒന്ന് ഓടിച്ച് കടക്കാൻ പോവാം. നിങ്ങളെല്ലാം എന്റെ കൂടെ വരണം കേട്ടോ, ശ്രദ്ധയോടെ ഇരുന്നിട്ട് കൂടെ വരണേ. ആദ്യം പറയുക അതിന്റെ 6-ാം വാക്യം. ഈ അറിയാത്തതും മഹത്തമായതും അഗോചരമായ കാര്യം എന്ന് പറഞ്ഞില്ലേ, അതെന്തൊക്കെയാന്ന് നമ്മൾ ഓരോന്നും ഇനി എടുക്കാൻ പോവാം. 6-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നിനക്ക് ഉത്തരം വരണം. ആ ഉത്തരം എന്താ? ആദ്യത്തെ ഉത്തരം എന്താ? രോഗശാന്തി, ഹീലിംഗ്, ആരോഗ്യം വരുത്തൂന്ന്. ഇന്ന് ആ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ ജീവിതത്തിൽ ഒരു രോഗശാന്തി ആവശ്യമാണ്, ഹീലിംഗ് ആവശ്യമാണ്.
അതിന് കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യം, മേളി പറഞ്ഞ ഈ ഒറ്റ കാര്യമേ ഉള്ളൂ. എല്ലാത്തിനും ഈ ഒറ്റ വാക്യാ ഞാൻ പറയാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്തോ ചെയ്യണ്ടേ? എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്കൊത്ത്. പ്ലാൻ ബി ഇല്ല. ചിലര് ഡോക്ടേഴ്സിനെ എത്ര കണ്ടു, ചിലപ്പോൾ ഒരു ഡോക്ടറെ കണ്ടു വീട്ടിൽ ഹീലിംഗ് ഇല്ല, ഉടനെ പറയുന്നുണ്ടോ അടുത്ത ഡോക്ടർ ഇന്നൊരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് ആരെങ്കിലും വിശ്വാസികൾ പോലും ഞാൻ പറയുന്നത് കേൾക്കാറില്ല, നമുക്ക് ഗിലിയാദിലെ വൈദ്യനുണ്ടെന്ന്. ഏറ്റവും വലിയ സ്പെഷ്യലിസ്റ്റ് ഗിലിയാദിലെ വൈദ്യനാണ്. മനസ്സിലായോ? ഇവിടെ പറയുന്ന രോഗശാന്തി വരുത്തുമെന്ന്. എന്ത് ചെയ്യണം? എന്നെ വിളിച്ചപേക്ഷിക്കണം. അതാണ് അതിന്റെ കീ വേർഡ്. അതാ, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം വരണം. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് രണ്ടാമത്തെ പോയിന്റ്, 7 അവസാനം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇസ്രായേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. പ്രവാസികളെ മടക്കി വരുത്തുന്ന ദൈവം. ചിലരുടെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുക. അതായത് ഏത് മടങ്ങി വരവാ? പ്രവാസത്തിൽ പോവുക. പ്രവാസം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അടിമത്തോന്നാ ഇല്ലേ? അന്ധകാര ശക്തികളുടെ അടിമത്തത്തിൽ കിടക്കുന്ന ചില തലമുറ, കുടുംബജീവിതത്തിൽ ചിലപ്പോൾ ഭർത്താക്കന്മാരായിരിക്കും അങ്ങനെ പോയിരിക്കുന്നവർ. നമ്മുടെ ആത്മീക ഭാഷയിൽ നമ്മൾ പറഞ്ഞ പിന്മാറ്റക്കാരെങ്ങോട്ടാ പോകുന്നത്? അടിമത്തത്തില. ആരുടെ അടിമത്തത്തില? പിശാചിന്റെ അടിമത്തത്തില, സ്വയബുദ്ധിയുടെ അടിമത്തത്തില. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയുക, എന്നെ വിളിച്ചപേക്ഷിക്ക്. ഇന്ന് പലരും ചെയ്യുന്നുണ്ടറിയോ? പാസ്റ്ററെ ഒന്ന് സംസാരിക്കാവോ? എന്റെ ഭർത്താവ് ആരാധനയ്ക്കൊന്നും വരുന്നത്, എന്റെ മക്കൾ ഒന്നും വരുന്നില്ല പാസ്റ്ററെ, അവരിപ്പോ ബൈബിള് വായിക്കുന്നില്ല പാസ്റ്ററെ, പ്രാർത്ഥിക്കുന്നില്ല പാസ്റ്ററെ, ഞങ്ങളൊക്കെ പല കൗൺസിലിങ്ങിന് കൊണ്ടുപോയി നോക്കി. ഞാൻ കേൾക്കുന്ന ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാ പല കൗൺസിലിങ്ങിന് കൊണ്ടുപോയി നോക്കി, പക്ഷെ മോന് മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം എന്നെ അമ്മ വിളിച്ച് പറഞ്ഞ, എന്റെ സിസ്റ്ററെ, എന്റെ കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞങ്ങൾ എത്ര ഇടത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുപോയെന്ന് അറിയാമോ? എല്ലാവരും ഓരോരുത്തരും ഞങ്ങൾ ഓരോ കൗൺസിലേഴ്സിനെ പരിചയപ്പെടുത്തും. ഞാൻ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി മടുത്തു. ഇപ്പൊ എന്റെ മോൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, എനിക്കറിയത്തില്ല ഇനി എന്നാ ചെയ്യണമെന്ന്. ഞാൻ ചോദിച്ചു, ഇപ്പോഴാണോ മനസ്സിലായി ഇനി എന്നാ ചെയ്യണമെന്ന്? മനസ്സിലായോ ഞാൻ ഈ പറയുന്നത്? അവിടെ പറയാ, എന്നെ വിളിച്ചപേക്ഷിക്കാൻ. ഉത്തരം മനസ്സിലായോ ഞാൻ പറയുന്നത്? നിങ്ങളുടെ എല്ലാം ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ ഉണ്ട്. പ്രവാസികളെ മടക്കി വരുത്തണമോ? ഒറ്റ കാര്യം ചെയ്, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. കർത്താവ് പറയാ, ഞാൻ നിനക്ക് ഉത്തരം അരുളും. വെറുതെ ഒരു മടങ്ങിവരവല്ല പ്രവാസത്തിൽ നിന്ന് ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അവിടെ പറഞ്ഞ മടങ്ങിവരവ് കേട്ടോ, അവർക്ക് അഭിവൃദ്ധി വരുത്തൂന്ന്. ഇതുവരെ ചെയ്ത പോലെ ഒരു ആത്മീക ജീവിതം അല്ല ഇനി അവർ മടങ്ങി വരുമ്പോ ചെയ്യുന്നത്. മനസ്സിലായോ? പിന്മാറ്റത്തിൽ പോയവർ ഇനി മടങ്ങി വരുമ്പോൾ അവർ അഭിവൃദ്ധി, ഹല്ലേലൂയ, ആത്മീക അഭിവൃദ്ധിയിലേക്ക് അവരെ കൊണ്ടുവരും. നെക്സ്റ്റ് 3, അതിന്റെ 8-ാം വാക്യം, ദൈവം അവരെ ശുദ്ധീകരിച്ചവർ പാപം ചെയ്ത് എന്നോട് ദ്രോഹിച്ചതായി സകല അകൃത്യങ്ങളെ മോചിക്കും. എന്ന് വെച്ചാൽ എന്നാ? സിസ്റ്ററെ, എനിക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ അത്ര കർത്താവുമായിട്ട് നിരപ്പിലല്ല. എന്റെ ജീവിതത്തിൽ ഒത്തിരി പാപങ്ങളുണ്ട്, കുറവുകളുണ്ട് സിസ്റ്ററെ. ഈ പാപം കുറവും വെച്ചോണ്ട് ഞാൻ എങ്ങനെയാ? കർത്താവ് പറയും, എന്റെ പാപമൊന്നും കർത്താവ് ക്ഷമിക്കത്തില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട്. സിസ്റ്റർ, ഞാൻ പാപിയാ, എന്റെ ലൈഫിൽ ഒത്തിരി പാപമുണ്ട്, ഇതൊന്നും കർത്താവ് ക്ഷമിക്കത്തില്ല. ഇല്ല, ഇന്ന് നിങ്ങളോട് ദൈവം പറയാ, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്റെ പാപങ്ങളെ ക്ഷമിച്ചു തരാം. മനസ്സിലായോ? പാപഭാരമായിട്ട് നടക്കുന്ന ചിലരോട് പറയുക, കർത്താവ് പറയും, എന്നെ വിളിച്ചപേക്ഷിക്കും മോനെ മോളെ, ഞാൻ നിന്റെ പാപങ്ങളെ മോചിച്ചു തരാമെന്ന്. സകല അകൃത്യങ്ങളെ മോചിക്കാം, പക്ഷെ എന്റെ അടുക്ക വരണം, എന്നെ മാത്രം വിളിച്ചപേക്ഷിക്കണം. മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾക്ക് എത്ര പേർക്ക് ദൂത് വെളിപ്പെട്ട് വരുന്നുണ്ട്? ഹല്ലേലൂയ. 4, അടുത്ത പോയിന്റ്, അതിന് 9-ാം വാക്യത്തിൽ പറയുന്നു, സകല ഭൂജാതികളുടെയും ഞാൻ നിങ്ങളുടെ അവർക്ക് ചെയ്യുന്ന എല്ലാ നന്മകളെയും കുറിച്ച് സകല ഭൂജാതികളുടെ മുമ്പാകെ അതെനിക്ക് ആനന്ദനാമവും പ്രശംസയും മഹത്വമായിരിക്കും. എന്ന് വെച്ചാൽ എന്താ? ദൈവം ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവിടെ അടുത്ത വിടുതല് മഹത്വവും ആനന്ദവും. എന്ന് വെച്ചാൽ എന്താ? ചിലരുടെ ജീവിതത്തിൽ നടക്കുന്ന കഷ്ടതകൾ കാരണം ഇന്ന് നിന്ദിക്കപ്പെട്ട് കിടക്കുക. പലരുടെയും നിന്ദാവിഷയായി ഇന്ന് ചില നിന്ദിക്കപ്പെട്ടവരോടുള്ള ദൂത. എന്ന് വെച്ചാൽ എന്നാ? പലരും ടെസ്റ്റിമണിയൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ വിഷമം പറയുമ്പോൾ കേട്ടിട്ടുണ്ടോ? പാസ്റ്ററേ, നിന്ദകളുടെ നടുവിലാ ഞാൻ, എന്നെ എല്ലാവരും നിന്ദിച്ചിട്ടേക്കുക. അങ്ങോട്ട് തിരിഞ്ഞാൻ നിന്ന, ഇങ്ങോട്ട് തിരിഞ്ഞാൻ നിന്ന, ഒരിടത്തും പോകാൻ പറ്റത്തില്ല. വീട്ടിൽ തന്നെയാ. എന്റെ തലമുറകളെ നോക്കി എന്നെ നിന്ദിക്കുക, എന്റെ കുടുംബജീവിതം നോക്കി എന്നെ നിന്ദിക്കുക, എന്റെ ഭാവിയെ നോക്കി എന്നെ നിന്ദിക്കുക, ഞാൻ എക്സാം എഴുതിയിട്ട് നിൽക്കുക, അത് നോക്കി എന്നെ നിന്ദിക്കുക. കർത്താവ് പറയാ, മോളെ,
നീ എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ആനന്ദത്തിന്റെ ദിവസങ്ങളെ തരാൻ പോവാം. ഒറ്റ കാര്യം, ദൈവത്തിൽ ആശ്രയിക്കുക. വേറെ ഫോം വഴി ഒന്നുമില്ല ഇതിന്. എന്നെ വിളിച്ചപേക്ഷിക്ക്, ആനന്ദം. അടുത്ത വാക്യം, അതിന്റെ 5-ാമത്തെ പോയിന്റ്, അടുത്ത 5-ാമത്തെ പോയിന്റ്. ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും. അടുത്ത പ്രാർത്ഥനയുടെ വിഷയം, അടുത്ത വിഷയം. ഈ മണവാളനും മണവാട്ടിയും എന്ന് പറഞ്ഞാൽ ആരാ? വിവാഹം. മനസ്സിലാവുന്നുണ്ടോ? വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, മക്കളുടെ വിവാഹ വിഷയം ഓർത്ത് സങ്കടപ്പെടുന്ന മാതാവേ, പിതാവേ, ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാ, എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരം വരലാം. ആ ഉത്തരം എങ്ങനത്തെയാണെന്നറിയാവോ? നിങ്ങളുടെ വീട്ടിൽ മണവാളന്റെയും മണവാട്ടിയുടെയും ആനന്ദത്തിന്റെ സ്വരം ഉയരും. ഇന്ന് എത്ര പേര് ഇത് ഏറ്റെടുക്കുന്നുണ്ട്? കുഞ്ഞുങ്ങളുടെ വിവാഹ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയാം. മാതാപിതാക്കളായിരിക്കില്ല, ചിലപ്പം വിവാഹം കഴിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർ എന്നെ കേൾക്കുന്നുണ്ടാവും. നിങ്ങളോട് പരിശുദ്ധാത്മാ പറയുക, ബ്രോക്കർമാരുടെ പുറകെ നടക്കാതെ, പാസ്റ്റർമാരുടെ പുറകെ, പാസ്റ്റർ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല പെങ്കൊച്ചുണ്ടായി പറയണേന്ന് പറയുന്നതിന് പകരം ദൈവസന്നിധിയിൽ ഇരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? കർത്താവേ, എനിക്കുള്ളതിനെ എന്റെ മുമ്പിൽ കൊണ്ടുതരണം. മനസ്സിലായോ? ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെയായിരുന്നു. എനിക്കുള്ളതിനെ എന്റെ മുമ്പിൽ കൊണ്ടുതരണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. കർത്താവെ, അങ്ങ് പറഞ്ഞത് കിഴക്കുന്ന റാഞ്ചപക്ഷി എന്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനെ വിളിക്കുന്നെന്ന്, അങ്ങ് വിളിച്ച് ഇവിടെ കൊണ്ടുവരണം, എന്റെ മുമ്പിൽ കൊണ്ടുവരണം. അങ്ങ് വിളിച്ചാലേ പുള്ളി വരത്തുള്ളൂ. അങ്ങ് വിളിച്ചാലേ വരത്തുള്ളൂ. അങ്ങ് വിളിക്ക്, മുമ്പിൽ കൊണ്ടുവാ. ദൈവമക്കളെ, അത് അങ്ങനെ തന്നെ. അതിനെ ആരെ വിളിച്ചപേക്ഷിക്കണം? കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. അടുത്തത്, അതിന്റെ 11-ന്റെ തന്നെ അടുത്ത വാക്യം. യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദം കേൾക്കും, ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റും. അടുത്തത്, ആരാധന ആലയത്തിൽ സ്തോത്രയാഗം ഉയരും. ഞാനിത് പറയാൻ കാരണം, ഇന്ന് അമേരിക്കയിൽ അനേക ചർച്ചുകൾ പൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രയാഗം ഒന്നും ചർച്ചുകളിൽ നടക്കുന്നില്ല. എന്താ റീസൺ എന്നറിയോ? ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുക. നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ ഇവിടത്തെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു കണക്ക് കേട്ടു, അമേരിക്കയിലും യൂറോപ്യൻ കൺട്രീസിലും ഏകദേശം 10,000 സഭകൾ, ചർച്ചുകൾ പൂട്ടിക്കൊണ്ടിരിക്കുക. ആൻഡ് ആ ചർച്ചുകളെ ആരാ ടാർഗറ്റ് ഇട്ടിരിക്കുന്നറിയോ? മുസ്ലിങ്ങൾ. എന്തിനെന്നറിയോ? ആ ചർച്ചുകൾ കൺവേർട്ട് ചെയ്ത് എന്താക്കുക? മോസ്കുകളാക്കുക. നിങ്ങൾക്ക് ആത്മഭാരം ഒന്നും തോന്നുന്നില്ല? ഇത് പറഞ്ഞിട്ട് ആരുടെയും മുഖത്തൊരു വിഷമം ഞാൻ കാണുന്നില്ല. ഓ, അത് അമേരിക്കയിലല്ലേ സിസ്റ്റർ, ഞങ്ങളുടെയൊക്കെ ചർച്ച ഓപ്പണാ. നിങ്ങളുടെ സഹോദരി സഹോദരന്മാരാ ഞങ്ങള്. ഞങ്ങളുടെ വിഷയം നിങ്ങളുടെ വിഷയമായിട്ട് നിങ്ങൾ കാണണം. അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകന്മാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം. ഫണ്ടല്ല ഇവിടെ ആവശ്യം. സഭ നിലനിർത്താൻ ഫണ്ടല്ല ആവശ്യം. പൈസ ഉണ്ടായാലും സഭയ്ക്കകത്ത് ആത്മാക്കളില്ലെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരില്ലെങ്കിൽ ചർച്ചുകൾ പൂട്ടപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് കർത്താവ് പറയും, എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ അപ്പോൾ യഹോവയുടെ ആലയത്തിൽ എന്ത് വരുത്തും? സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദം കേൾക്കും. അത് ദൈവം ചെയ്യിപ്പിക്കും. മനസ്സിലായോ? നിരാശപ്പെട്ടു പോകരുതേ. ആത്മാക്കളെ ദൈവം സഭകളിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവിടെ പറയാ, ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റൂന്ന്. ഇന്നിവിടെ ഇരിക്കുന്ന എത്ര പേര് നിങ്ങൾ ആയിരിക്കുന്ന ദേശത്തെ കുറിച്ച് ആത്മഭാരത്തോടെ കരയുന്നുണ്ട്? കർത്താവെ, ഞങ്ങളുടെ ദേശത്തിന്റെ സ്ഥിതി മാറ്റണേ. ഇന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചതാ, ഇന്ന് കേരളത്തിന്റെ പല ഡിസ്ട്രിക്റ്റുകളെ അറിയപ്പെടുന്ന എന്തിന്റെ പേരിലാണെന്ന് അറിയാം? കൊലപാതകങ്ങളുടെ പേരിൽ. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അത്? പണ്ടൊക്കെ അറിയപ്പെട്ടത് എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ ഇവിടെ വന്നു, യെസൂസ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്? ഉണർവിന്റെ പേരിൽ, ഇല്ലേ? കുമ്പനാട് എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് എന്താ? നിങ്ങൾക്കെല്ലാം ഓർമ്മ വന്ന എന്താ? കൺവെൻഷൻ, അല്ലെങ്കിൽ അവിടെ പണ്ടിറങ്ങിയ ഒരു ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പക്ഷെ ഇത് നമ്മുടെ ആത്മീക തീരത്തിൽ നമ്മൾ കാണുമ്പോൾ ഇന്ന് കേരളത്തിന്റെ പല സ്ഥലങ്ങൾ അറിയപ്പെടുന്ന എന്തിന്റെ പേരിലെന്നറിയോ? ഇപ്പൊ വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്താ? പറ. അവിടെ നടന്നൊരു കൊലപാതകമല്ലേ? എന്തുകൊണ്ടാ സ്ഥിതി മാറിപ്പോയത്? കരയാൻ ആളില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്റെ വീട്, എന്റെ കുടുംബം, എന്റെ മക്കള്, അതിനുവേണ്ടി കരയും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ആ ബൗണ്ടറി പോകുന്നില്ല. ദേശത്തിന് വേണ്ടി കരയുന്നവർ ഇന്ന് കുറഞ്ഞു. ഇടിവിൽ നിൽക്കുന്നവർ കുറഞ്ഞു. കർത്താവ് പറയും, എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ ദേശത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താം. മനസ്സിലായോ? ചിലരുണ്ടല്ലോ, ചില സ്റ്റേറ്റുകൾ, ഞാൻ കോട്ടയംകാര അല്ലെ കൊല്ലംകാര എന്നൊക്കെ പറയുമ്പോൾ കണ്ടിട്ടില്ലേ? ചിലർ കളിയാക്കുന്ന കേട്ടിട്ടുണ്ടോ? ഓ, അവിടെ അല്ലേ ഇന്ന് തന്നെ ആ സംഭവം നടന്നെന്ന് ചോദിക്കും.
ഇന്ന് അത് മാറി മഹത്വം വരണോ? വിളിച്ചപേക്ഷിക്ക്. അടുത്തത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാം. അതിന്റെ 12ന്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനുഷ്യനും മൃഗവും ഇല്ലാത്ത ശൂന്യമായിരിക്കും ഈ സ്ഥലത്ത് അതിന്റെ പട്ടണങ്ങൾ ആടുകളെ കിടത്തുന്ന ഇടയന്മാർക്ക് ഇനി മേച്ചൽപ്പുറം ഉണ്ടാകും. ഇത് ചില ശുശ്രൂഷകന്മാരെ കുറിച്ച് ദൈവാത്മാ പറയാം. ശുശ്രൂഷ ചെയ്യുന്നവരോട് ദൈവാത്മാ ദൂത് പറയാ, നിങ്ങൾക്ക് ചില മേച്ചൽപ്പുറങ്ങളെ ദൈവം റെഡിയാക്കി തരും. മേച്ചൽപ്പുറം എന്നല്ല അവിടെ ഇരിക്കുന്നത്, മേച്ചൽ ഇവിടെ ആടുകളെ കിടത്തുന്ന ഇടയന്മാർക്ക് ഇനി മേച്ചൽപ്പുറം ഉണ്ടാകും. ആടുകളുള്ളവർക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ എന്താ? ആടുകൾ വേണമെങ്കിൽ ഇറങ്ങി പ്രവർത്തിക്കണം, ഇല്ലേ? ഇറങ്ങി പ്രവർത്തിക്കണ്ടേ? ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരോട്, ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥന അറ്റൻഡ് ചെയ്ത ദൈവദാസന്മാരോട് ആത്മാവിൽ പരിശുദ്ധാത്മാ വിളിച്ചു പറയുക, എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളാം. എന്താണ് ഉത്തരം? നിങ്ങൾ അറിയാത്തത്, മഹത്വമായത്. ഇന്നൊരു മേച്ചിൽപ്പുറം കാണത്തില്ല, ആടുകളുണ്ട്, സ്വസ്ഥതയില്ല. മേച്ചിൽപ്പുറം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആടുകളെ മേയ്ക്കാൻ പറ്റത്തുള്ളൂ. അത് ചിലപ്പോൾ സഭാ ബിൽഡിംഗ് ആകാം, നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ ഒരു സ്വാതന്ത്ര്യമായിരിക്കാം. പരിശുദ്ധാത്മാ വ്യക്തമായി ദൈവദാസന്മാരോട് പറയാം, നിങ്ങൾക്ക് ചില മേച്ചിൽ പുറങ്ങളെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അറിയുന്നതായിരിക്കില്ല, അറിയാത്ത വഴികൾ. ഹല്ലേലൂയ! എത്ര പേരെ ഏറ്റെടുക്കാൻ പറ്റും? ശുശ്രൂഷയുടെ വഴികൾ, ചില മേച്ചിൽ പുറങ്ങൾ ദൈവം നിങ്ങൾക്ക് ഒരുക്കും. അടുത്തത് അതിന്റെ 14 ഇങ്ങനെ പറയുന്നു, 14 15 ഞാൻ വായിച്ചു പോവാം. അവിടെ പറയുന്നു, യഹൂദാ ഗൃഹത്തോട് അരുളി ചെയ്ത നല്ല വചനം നിവൃത്തിയാകുന്ന കാലം വരും. അവിടെ കർത്താവ് എന്നോട് പറഞ്ഞത്, വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നു. യഹൂദാഗരത്തോട് ദൈവം പറഞ്ഞ നിവർത്തിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? നിങ്ങളോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ ഇനി നിവർത്തീകരിക്കപ്പെടാനില്ലേ? എത്ര പേര് പറയുന്നുണ്ടെന്ന്? നിവർത്തിക്കപ്പെടാൻ ഇനിയും വാഗ്ദത്തങ്ങൾ കിടക്കുക. കർത്താവ് പറയുക, എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരമരുളും. ആ ഉത്തരമരുളുമ്പോൾ നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന കാലം വന്നെന്ന് ഇവിടെ പറഞ്ഞ കാലം വരും. യെസ്, the time has come. ഇവിടെ വന്നേക്ക്, ഇന്നാന്ന് വന്നേക്കുക. കർത്താവ് പറയാ, എന്നെ വിളിച്ചപേക്ഷിച്ച്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സിസ്റ്റർ എന്നോട് ഇങ്ങനെ ഒരു ദൂത് കിടപ്പുണ്ട് കേട്ടോ, അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം, എന്തെങ്കിലും അവസരങ്ങളുണ്ടെങ്കിൽ പറയണം. അങ്ങനെയല്ല, അങ്ങനല്ല. നിങ്ങളോട് ദൈവം ദൂത് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളും ദൈവവുമായിട്ട് പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തെ കാത്തിരിക്കുക. ദൈവം പറയുക, ഞാൻ നിനക്ക് ഉത്തരമരുളാം. മനുഷ്യരല്ല, റെക്കമെൻഡേഷൻസ് അല്ല. ഒരു മനുഷ്യന്റെ റെക്കമെൻഡേഷൻ വേണ്ട. ദൈവത്തിന് നിന്നെ മാനിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിന് നിന്നെ ഉയർത്തണമെങ്കിൽ. ഹല്ലേലൂയ! അടുത്ത 2 പോയിന്റ് കൂടെ പറഞ്ഞാൽ പെട്ടെന്ന് നിർത്താം. അവിടെ പറയുന്നു, ഹല്ലേലൂയ, അതിന്റെ 17ാം വാക്യത്തിൽ പറയുക, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഇനി ഒരു പുരുഷനില്ലാതെ വരികയില്ല. ചില മാതാപിതാക്കളോട് പരിശുദ്ധാത്മാ പറയുക, ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസന്മാരുടെ മക്കൾ, ചിലർക്കൊരു ചിന്തയുണ്ട് അല്ലെ, ഞാൻ കഴിഞ്ഞാൽ, അത് ദൈവം എനിക്ക് തന്ന ദൂത് ഇങ്ങനെ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ. മനസ്സിലായോ? അടുത്തത് ആര്? എനിക്കൊരു അനന്തരാവകാശി ഇല്ല. ദൈവം പറയാ, ദാവീദുമാരെ ഞാൻ എഴുന്നേൽപ്പിക്കും, അടുത്ത തലമുറയെ ഞാൻ എഴുന്നേൽപ്പിക്കും. മനസ്സിലായോ? ചിലതിനെ ഭരിക്കാൻ, ചില കൈമാറ്റങ്ങൾ ചെയ്യാൻ ചിലതിനെ ഞാൻ എഴുന്നേൽപ്പിക്കും. അടുത്ത 12ാം വാക്യത്തിൽ പറഞ്ഞു, എന്റെ മുമ്പാകെ ലേവ്യ പുരോഹിതന്മാർക്ക് ഒരു പുരുഷൻ ഇല്ലാതെ വരിക. ലേവ്യ പുരോഹിതൻ എന്തിനെ കാണിക്കുന്നു? പൗരോഹിത്യം, അല്ലെങ്കിൽ അടുത്ത ശുശ്രൂഷ ചെയ്യുന്നവരെ കാണിക്കുന്നു, ഇല്ലേ? രാജാക്കന്മാർ എഴുന്നേൽക്കും, അടുത്ത തലമുറ എഴുന്നേൽക്കും, ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കും. ഇതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവെ എന്റെ അടുത്ത തലമുറയെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒന്ന് വിളിക്കണേ. മനസ്സിലാവുന്നുണ്ടോ? എനിക്കൊരു തലമുറയെ തരണമേ കർത്താവ് എന്ന് പറയാ, എന്നെ വിളിച്ചപേക്ഷിക്ക്. നിങ്ങൾ പിന്നെ ഈ അധ്യായം ഒന്ന് മൊത്തം വായിക്കണം കേട്ടോ. ഞാൻ ഏകദേശം 12 പോയിന്റ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞു, ഈ 12 പോയിന്റ് നടക്കണോ? കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യം എന്തുവാ? ഒന്ന് ഒരുമിച്ച് പറയാമോ? എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളാം. ആ ഉത്തരം എന്തെന്നാ ഓരോ കാര്യത്തിൽ പറഞ്ഞത്. നിങ്ങളുടെ എല്ലാം വിഷയങ്ങളെ അത് തൊട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. രോഗശാന്തി ഉണ്ട്, പിന്നെന്തുണ്ട്? നമ്മൾ പറഞ്ഞേ, പ്രവാസികളും പിന്മാറ്റക്കാർ മടങ്ങി വരും, ആരാധനാലയങ്ങൾ തുറക്കപ്പെടും, ആനന്ദത്തിന്റെയും ആത്മാവിന്റെയും ആരാധന അവിടെ വെളിപ്പെടും, തലമുറകളുടെ വിവാഹം നടക്കും, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് തലമുറകളെ, അടുത്ത അനന്തരാവകാശികളെ ദൈവം ജനിപ്പിക്കും, അടുത്ത ശുശ്രൂഷകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും, ദേശത്തിന്റെ സ്ഥിതി മാറ്റും. ഇതിൽ കൂടുതൽ എന്തോ ദൈവമക്കളെ നിങ്ങളോട് ദൈവത്തിന് ഈ ഉപവാസ പ്രാർത്ഥനയെ പറയാനുള്ളത്? നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? സാമ്പത്തികമാണ്, അതിനകത്ത് എഴുതിയിട്ടുണ്ടത്. ഞെരുക്കങ്ങളെ മാറ്റും, സമൃദ്ധി തരുമെന്ന്. ഇന്ന് എത്ര പേർക്ക് ഈ ദൂതന് മുമ്പിൽ നിങ്ങളെ ഏൽപ്പിക്കാം? പക്ഷെ ഒറ്റ കാര്യം, പ്ലാൻ എ കഴിഞ്ഞ് പ്ലാൻ ബി ഇല്ല. ഒറ്റ പ്ലാനേ ഉള്ളൂ, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. അത് കഴിഞ്ഞുള്ള മറുപടി ഒന്നുകൂടെ പറഞ്ഞേ, ഞാൻ അറിയാത്തത്,
മഹത്തമായത്, അഗോചരമായത് ദൈവം ചെയ്യും. ആ പ്രവൃത്തി എക്സ്പെക്ട് ചെയ്യുന്നവർ ഒരു നിമിഷം കൈകളെ ഒന്ന് ഉയർത്തി, കർത്താവേ, ഞാൻ ഇന്ന വിഷയത്തിന് വേണ്ടിയായി ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുന്നത്. എന്നാൽ ഞാൻ അറിഞ്ഞു വെച്ചിരിക്കുന്ന ചില ആൻസേഴ്സ് ഉണ്ട്, ഞാൻ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ചില ആൻസറുകളുണ്ട്. എന്നാൽ അതല്ല എനിക്ക് വേണ്ടത്. ഞാൻ കണക്ക് കൂട്ടി ആൻസർ എനിക്ക് വേണ്ട. പകരം ഞാൻ ഇതുവരെ അറിയാത്തത്, മഹത്വമായത്, അഗോചരമായത്, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം എന്ന് മറ്റുള്ളവർ പറയണം, കാണണം, അവരത് ഉച്ചത്തിൽ പറയത്തക്ക രീതിയിൽ എന്റെ ഇന്ന വിഷയത്തിന്റെ മേൽ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങണം. അതിന് ഞാൻ ഒറ്റ കാര്യം ചെയ്യാൻ പോവാ. ഈ ഉപവാസ പ്രാർത്ഥന ഞാൻ അങ്ങയെ മാത്രം വിളിച്ചപേക്ഷിക്കാൻ പോവാ. ആര്? അതിനെ അനുഷ്ഠിക്കുന്ന യഹോവയെ, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവയെ മാത്രം ഞാൻ വിളിക്കാൻ പോവുക. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ ഏറ്റെടുത്താട്ടെ ദൈവമക്കളെ. നിങ്ങളുടെ വിഷയത്തിന്റെ ദൈവത്തിന്റെ അത്ഭുതത്തെ ദൈവം ഇപ്പോൾ തന്നെ ചെയ്യാൻ പോവാ. തീരുമാനം ഇതാ, ഇനി ഞാൻ യഹോവയോട് മാത്രമേ എന്റെ കാര്യം പറയത്തുള്ളൂ, എന്റെ കർത്താവിനോട് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. മനുഷ്യരോട് ഇനി എന്റെ ആവശ്യം ഞാൻ പറയത്തില്ല, മനുഷ്യരുടെ മുമ്പിൽ ഞാൻ കൈ നീട്ടത്തില്ല, മനുഷ്യരോട് ഞാൻ ഇനി കാര്യങ്ങൾ പറയത്തില്ല. പകരം ഒറ്റ പ്ലാൻ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും. അങ്ങനെ ചെയ്ത കർത്താവ് പറയാ, നിങ്ങളുടെ മേലുള്ള മറുപടികളെ ഞാൻ അയക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ബൈബിൾ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഈ വെയിറ്റിംഗ് പീരീഡ് നമ്മുടെ ലൈഫിൽ ദൈവം വെച്ചിരിക്കുന്നത് ചിലത് പണിപ്പുരയില. എന്ത് പണിപ്പുരയില? നിങ്ങളുടെ ആൻസേഴ്സ്. എങ്ങനത്തെ ആൻസറാ? അറിയാത്തത് ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചേക്കുക.